ഈ സന്ധ്യാസമയത്ത് ചെമ്പകരാമൻതുറ ക്രമീകരിച്ചിരിക്കുന്ന ഈ അനുഗ്രഹീതമായ പ്രോഗ്രാം പ്രാർത്ഥനയോടെ ഞങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. വളരെ അനുഗ്രഹീതരായ ഗായകർ ഈ ണ്ട് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ വിഴിഞ്ഞം ഏരിയയുടെ ആഭിമുഖ്യത്തിൽ വേവ്സ് ഓഫ് മ്യൂസിക് എന്ന പേരിൽ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന ഈ മനോഹരമായ ശ്രുതിമധുരമായ ഗാന ശുശ്രൂഷയിലേക്ക് മാത്രമല്ല വളരെ ഈടുറ്റതായ സന്ദേശത്തിലേക്കും ഈ പ്രദേശത്തിലേവരെയും ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ ഈ പ്രോഗ്രാം ഞങ്ങൾ ആരംഭിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ സംഗീത ലോകത്ത് ദൈവത്താൽ വളരെ അനുഗ്രഹിക്കപ്പെടാൻ ഉപയോഗിക്കപ്പെടുന്ന അനുഗ്രഹീത കൃതദാസൻ പാസ്റ്റർ വൈക്കം രാജേഷ് അവറുകൾ, പാസ്റ്റർ KP ഫ്രാൻസിസ് അവറുകൾ, പാസ്റ്റർ ആൻസൺ ജോൺ അവറുകൾ തുടങ്ങി നിരവധി പേർ ഇന്നത്തെ ഈ ഗാന സദ്യയിൽ പങ്കെടുക്കുന്നു. വളരെ മനോഹരമായ ഗാനങ്ങൾ നമുക്ക് കേട്ട് ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സന്ധ്യായാമത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ പ്രാർത്ഥനയോടുകൂടെ പ്രതീക്ഷയോടെ ക്രമീകരിച്ചിരിക്കുന്ന ഈ ഏകദിന മ്യൂസിക് പ്രോഗ്രാമിൻ്റെ തുടക്കം കുറിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകിയതിനായി സ്തോത്രം. പ്രാർത്ഥനയോടെ ഞങ്ങൾ ആരംഭിക്കട്ടെ. കർത്താവേ, അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളെയും ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കും. ഈ ദേശത്തിലെ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കും. മാതാപിതാക്കളെ, ഈ ദേശത്തിലെ കഠിനാധ്വാനം ചെയ്യുന്ന ഞങ്ങളുടെ സഹോദര കുടുംബങ്ങളെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കും. ഈ ശബ്ദപരിധിക്കുള്ളിൽ ഇന്നത്തെ ഗാന ശുശ്രൂഷകൾ, സന്ദേശങ്ങളെല്ലാം വളരെ അനുഗ്രഹമായി തീരുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാടുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും നാവോട് കൂടെ ഇരിക്കണമേ. സ്വർഗീയ സാന്നിധ്യം അവിടെ നിന്ന് ഞങ്ങളുടെ മധ്യത്തിൽ അയക്കണമേ. പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആദ്യമായി ഈ ഗാന ശുശ്രൂഷയ്ക്കുള്ള എല്ലാവരെയും ഞങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വൈക്കം രാജേഷ് അവറുകൾ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഗാനം പാടി ഈ ഗാന ശുശ്രൂഷ ആരംഭിക്കുന്നു. ഏവരുടെയും ശ്രദ്ധയെ ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്വസ്തി വിശ്വൈകതാതന സ്വസ്തി സ്വസ്തി ത്രിത്വൈക ദൈവമേ സ്വസ്തി. സ്വസ്തി വിശ്വൈകതാതന സ്വസ്തി സ്വസ്തി ത്രിത്വൈക ദൈവമേ സ്വസ്തി സ്വസ്തി വിശ്വൈകതാതന സ്വസ്തി സ്വസ്തി
ത്രിത്വൈക ദൈവമേ സ്വസ്തി. പ്രതിജന ഭിന്നമാ മർത്യരൂപങ്ങളിൽ പ്രതിഫലിച്ചിടും പ്രഭാവമേ. പ്രതിജന ഭിന്നമാ മർത്യരൂപങ്ങളിൽ പ്രതിഫലിച്ചിടും പ്രഭാവമേ. സ്വസ്തി. വിശ്വൈകതാദന സ്വസ്തി. സ്വസ്തി. ത്രിത്വൈക ദൈവമേ സ്വസ്തി. വിത്തിനെ മാമരമാക്കി മാറ്റുന്നതും മാമരത്തിൽ ചേനിൽ വിത്തു നിറപ്പതും വിത്തിനെ മാമരമാക്കി മാറ്റുന്നതും മാമരത്തിൽ ചേനിൽ വിത്തു നിറപ്പതും ഒന്നിനു പത്തായി പകരം തരുന്നതും വാഴ്മയ രൂപത്തിൽ വാഴ്ത്തിടുന്നു. ഒന്നിനു പത്തായി പകരം തരുന്നതും വാഴ്മയ രൂപത്തിൽ വാഴ്ത്തിടുന്നു. സ്വസ്തി. വിശ്വൈകതാദനെ സ്വസ്തി. സ്വസ്തി. ത്രിത്വൈക ദൈവമേ സ്വസ്തി. സായന്തനങ്ങളെ സ്വർണ്ണമാക്കുന്നതും സന്ധ്യയിൽ നിന്നും ഉഷസുണർത്തുന്നതും സായന്തനങ്ങളെ സ്വർണ്ണമാക്കുന്നതും സന്താതരാ പരശതം പേരെയൻ സഹചരായി തീർത്തതും വാഴ്ത്തിടുന്നു. അജ്ഞാതരാ പരശതം പേരെയൻ സഹചരായി തീർത്തതും വാഴ്ത്തിടുന്നു. സ്വസ്തി. ത്രിത്വൈക ദൈവമേ പ്രതിജന ഭിന്നമാ മർത്യരൂപങ്ങളിൽ പ്രതിഫലിച്ചിടും പ്രഭാവമേ. സ്വസ്തി. വിശ്വൈകതാദന സ്വസ്തി. സ്വസ്തി. ത്രിത്വൈക ദൈവമേ സ്വസ്തി.
Check, check. Check, check. Check, check. Praise the Lord. Praise the Lord. Praise the Lord. Check, check. Praise, praise. Hallelujah. Hallelujah. Check, check. Praise the Lord. Check, check. നാവിൽ എന്നീശോ തന്നാമം, കാതിൽ എന്നീശോ തന്നാദം, കണ്ണിൽ ഈശോ തൻ രൂപം, നെഞ്ചിൽ ഈശോ തൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ എന്നീശോ തന്നാമം, കാതിൽ എന്നീശോ തന്നാദം, കണ്ണിൽ ഈശോ തൻ രൂപം, നെഞ്ചിൽ ഈശോ തൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ എന്നീശോ തന്നാമം. നീയൻ അരികിൽ വന്നോ, ഉള്ളം തരളിതമായി, കാതിൽ തിരുമൊഴി കേട്ടു, നീയൻ പൈതലല്ലേ, ആണിപ്പഴുതുള്ള കൈകളാൽ എന്നെ മാർവോടു ചേർത്തണച്ചു. നാവിൽ എന്നീശോ തന്നാമം, കാതിൽ എന്നീശോ തന്നാദം, മഹിയും മഹിതാശകളും എന്നെ പുൽകിടുമ്പോ, എന്നും നിൻഹിതമറിയാൻ ഹൃദയം പ്രാപ്തനാക്കൂ. എൻ ഹിതമല്ല തിരുഹിതമെന്നിൽ എന്നെന്നിറവേറണം. നാവിൽ എന്നീശോ തന്നാമം, കാതിൽ എന്നീശോ തന്നാദം, കണ്ണിൽ ഈശോ തൻ രൂപം, നെഞ്ചിൽ
നിധി ആൻഡ് ടീം അവതരിപ്പിക്കുന്ന 100 ആടുകൾ എന്ന് തുടങ്ങുന്ന ആക്ഷൻ സോങ്ങാണ് ഇവിടെ നടത്തപ്പെടാൻ പോകുന്നത്. ദയവേത് കുഞ്ഞുങ്ങൾ മുന്നോട്ട് കടന്നു വരേണ്ടതാണ്. 100 ആടുകൾ എന്ന് തുടങ്ങിയ ഗാനത്തിൻ്റെ ആക്ഷൻ സോങ്ങാണ് നിങ്ങളിവിടെ കാണുവാനായിട്ട് പോകുന്നത്.
അടുത്ത മറ്റൊരു ആക്ഷൻ സോങ്ങിലേക്ക് ഇപ്പോൾ എലുംബി പ്രകാശി എന്നുള്ള ഒരു ആക്ഷൻ സോങ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കുഞ്ഞുങ്ങൾ അവതരിപ്പിക്കുന്നു. ജുവൽ ആൻഡ് ടീം, അനാമിക, ക്രിസ്റ്റി, ഏഞ്ചൽ, സ്നേഹ, ഷാമിനി എന്ന കുഞ്ഞുങ്ങൾ മുന്നോട്ട് കടന്നു വന്ന് മനോഹരമായ ഒരു ആക്ഷൻ സോങ് എലുംബി പ്രകാശി എന്ന് തുടങ്ങുന്നു. കുഞ്ഞുങ്ങൾ മുന്നോട്ട് കടന്നു വരേണ്ടതാണ് ഇത്രയും വേഗത്തിൽ. കുട്ടികളെല്ലാം വേഗത്തിൽ വന്നോട്ടെ. കഴിഞ്ഞ 5 ദിവസങ്ങൾ നടന്ന BBSൻ്റെ സമാപന ദിവസം കൂടെയാണ്. അപ്പോൾ തന്നെ ഈ ദേശത്ത് പുല്ലുവിളയിൽ അനുഗ്രഹീതമേറിയ സുപ്രസിദ്ധ ക്രിസ്തുവിൽ ബഹുമാനരായ കർത്തദാസന്മാരും ചേർന്ന് അവതരിപ്പിക്കുന്ന അനുഗ്രഹീതമായ ഭക്തിസാന്ദ്രമായ ക്രിസ്തീയ ഗാനങ്ങൾ കൂടെ ഈ വേദിയിൽ പങ്കിടുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളിപ്പോൾ നല്ലൊരു ആക്ഷൻ സോങ് കളിക്കുകയാണ്. BBS കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിപ്പിച്ച ஒளி வந்து விட்டது. இந்த உலகத்தை கலக்குற நேரம் வந்து விட்டது. எழும்பி பிரகாசி உன் ஒளி வந்து விட்டது. இந்த உலகத்தை கலக்குற நேரம் வந்து விட்டது. அர்ப்பணிச்சிடு, ஆராதிச்சிடு, வேத வசனத்தை நீ தினமும் படிச்சிடு. அர்ப்பணிச்சிடு, ஆராதிச்சிடு, வேத வசனத்தை நீ தினமும் படிச்சிடு. ஆக்டர், ஸ்போர்ட்ஸ்மேன் உண்மையான ஹீரோ இல்லடா. இயேசுவின் பிள்ளைகள் உண்மையான ஹீரோ தானடா. ஆக்டர், ஸ்போர்ட்ஸ்மேன் உண்மையான ஹீரோ இல்லடா. இயேசுவின் பிள்ளைகள் உண்மையான ஹீரோ தானடா. அர்ப்பணிச்சிடு, ஆராதிச்சிடு, வேத வசனத்தை நீ தினமும் படிச்சிடு. அர்ப்பணிச்சிடு, ஆராதிச்சிடு, வேத வசனத்தை நீ தினமும் படிச்சிடு. ஆதித்யா போகு உண்மையான ஹாப்பி இல்லடா. KBS வந்தாலே ரொம்ப ரொம்ப ஹாப்பி தானடா. ஆதித்யா போகு உண்மையான ஹாப்பி இல்லடா. KBS வந்தாலே ரொம்ப ரொம்ப ஹாப்பி தானடா. பாட்டு பாடிடு, ஆட்டம் ஆடிடு, வேத வசனத்தை நீ தினமும் படிச்சிடு. பாட்டு பாடிடு, ஆட்டம் ஆடிடு, வேத வசனத்தை நீ தினமும் படிச்சிடு. வேத வசனத்தை நீ தினமும் படிச்சிடு. வேத வசனத்தை நீ தினமும் படிச்சிடு. കരങ്ങളടിച്ച് നമുക്ക് കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കാം. അടുത്തതായി ശ്രുതിമധുരമായ ഒരു ഗാനം. Check test. ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂമി വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി.
രാജാക്കന്മാരെത്തി. തെളിഞ്ഞു നിന്നു ദിവ്യതാരം തിളങ്ങി നിന്നു. തെളിഞ്ഞു നിന്നു ദിവ്യതാരം തിളങ്ങി നിന്നു. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. ദൂരെ നിന്നു ദൂരെ ദൂരെ നിന്നു മരുഭൂമി വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. മഞ്ഞിൻ തുള്ളികൾ തഴുകിയുറങ്ങും ബേത്ലഹേം വഴികളിലൂടെ മഞ്ഞിൻ തുള്ളികൾ തഴുകിയുറങ്ങും ബേത്ലഹേം വഴികളിലൂടെ ഒരു പുൽക്കുടിൽ തേടി ദേവസുതനെ തേടി ഇടയന്മാരുമണഞ്ഞല്ലോ. കാലിത്തൊഴുത്തു കണ്ടു അവർ സ്വർഗീയ ഗാനം കേട്ടു. കാലിത്തൊഴുത്തു കണ്ടു അവർ സ്വർഗീയ ഗാനം കേട്ടു. മരിയാസുതനായി പുൽക്കൂട്ടിൽ മരുകും മിശിഹാനാഥനെ കണ്ടു. മരിയാസുതനായി പുൽക്കൂട്ടിൽ മരുകും മിശിഹാനാഥനെ കണ്ടു. ദൂരെ നിന്നു ദൂരെ ദൂരെ നിന്നു മരുഭൂമി വഴികളിലൂടെ ഒരു കാലിൽ തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. വെള്ളി നിലാവിൻ കുളിരലയിൽ നീരാടിയെത്തിയരാ കുയിലുകൾ. വെള്ളി നിലാവിൻ കുളിരലയിൽ നീരാടിയെത്തിയരാ കുയിലുകൾ. നവസ്വരമഞ്ജരിയിൽ ഒരു മനസ്സോടെ നാഥനെ വാഴ്ത്തി പാടുന്നു. തെളിഞ്ഞു നിന്നു ദിവ്യതാരം തിളങ്ങി നിന്നു. തെളിഞ്ഞു നിന്നു ദിവ്യതാരം തിളങ്ങി നിന്നു. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. ദൂരെ നിന്നു ദൂരെ ദൂരെ നിന്നു മരുഭൂമി വഴികളിലൂടെ ഒരു കാലിൽ തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. തെളിഞ്ഞു നിന്നു ദിവ്യതാരം തിളങ്ങി നിന്നു. തെളിഞ്ഞു നിന്നു ദിവ്യതാരം തിളങ്ങി നിന്നു. മാലാഖ
മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. സ്തുതിഗീതങ്ങൾ പാടി. സ്തുതിഗീതങ്ങൾ പാടി. ഹലോ ചെക്ക്. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാര വിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ. കേഴും ആത്മാവിൽ ആശവീശുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. വിണ്ടുണങ്ങി വരണ്ട മാനസം കണ്ട വിണ്ണിൻ തടാകമേ. വിണ്ടുണങ്ങി വരണ്ട മാനസം കണ്ട വിണ്ണിൻ തടാകമേ. മന്ദമായി വന്നു വിഷയാനന്ദം തന്ന പൊന്നീളം തന്നലേ. രക്തസാക്ഷികൾ ആഞ്ഞു പുൽകിയ പുണ്യജീവിത പാദമേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. ഹിന്ദി ആക്ഷൻ സോങ് കളിക്കുന്ന കുഞ്ഞുങ്ങൾ മുന്നോട്ട് കടന്നു വരിക. എത്ര വേഗത്തിൽ.
വേഗത്തിൽ വന്നാട്ടെ. പേര് വിളിക്കുന്നോ? വേഗത്തിൽ വാ. ഓക്കെ, റെഡിയല്ലേ? रेडी? तुम दिल में ऐसे बस गए, जिंदगी भर के लिए राजा बन गए, जीवन में ऐसा काम कर गए, पाप मेरे श्राप मेरे चलते बन गए। दिल में ऐसे बस गए, जिंदगी भर के लिए राजा बन गए, जीवन में ऐसा काम कर गए, पाप मेरे श्राप मेरे चलते बन गए। दिल में जान में होठों पे आंखों में तू है, दिल में जान में होठों पे आंखों में तू है, दिल में जान में होठों पे आंखों में तू है, दिल में जान में होठों पे आंखों में तू है। डर के मैं जो जी रहा था, डर से मुझको यीशु ने खींच निकाला, जंजीरों में जो जकड़ा हुआ था, तोड़कर उनको आजाद है किया। डर डर के मैं जो जी रहा था, डर से मुझको यीशु ने खींच निकाला, जंजीरों में जो जकड़ा हुआ था, तोड़कर उनको आजाद है किया। तुम दिल में ऐसे बस गए, जिंदगी भर के लिए राजा बन गए, जीवन में ऐसा काम कर गए, पाप मेरे श्राप मेरे चलते बन गए। दिल में जान में होठों पे आंखों में तू है, दिल में जान में होठों पे आंखों में तू है, दिल में जान में होठों पे आंखों में तू है, दिल में जान में होठों पे आंखों में तू है। तू ही है, तू ही है राजा, तू ही है, तू ही है, तू ही है, तू ही है राजा, तू ही है, तू ही है, तू ही है, तू ही है यीशु, तू ही है, तू ही है, तू ही है, तू ही है यीशु, तू ही है, तू ही है, तू ही है, तू ही है राजा, तू ही है, तू ही है, तू ही है, तू ही है राजा, तू ही है, तू ही है, तू ही है, तू ही है यीशु, तू ही है, तू ही है, तू ही है, तू ही है यीशु, तू ही है। हे दिल में जान में होठों पे आंखों में तू है, दिल में जान में होठों पे आंखों में तू है, दिल में जान में होठों पे आंखों में तू है, दिल में जान में होठों पे आंखों में तू है, दिल में जान में होठों पे आंखों में तू है, दिल में जान में होठों पे आंखों में तू है। തിരമാലകളുടെ സംഗീതം കൊണ്ട് പശ്ചാത്തല സംഗീതം ഒരുക്കുന്ന ഈ പുല്ലുവിള ദേശത്ത് മനോഹരമായ കഴിഞ്ഞ 5 ദിനരാത്രങ്ങൾ
ഹോപ്പേജ് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ പെന്തക്കോസ് ദൈവസഭ IPC ഗലീല പ്രയർ ടവർ, IPC വിഴിഞ്ഞമേറിയ എന്നിവയുടെ നേതൃത്വത്തിൽ ക്രമീകരിക്കപ്പെട്ടതായ VBSൻ്റെ സമാപനത്തോടനുബന്ധിച്ച് ക്രമീകരിക്കപ്പെട്ട ഈ സംഗീത ശുശ്രൂഷയും കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാമും വളരെ ആസ്വാദകരമായി തീരുന്നുവെന്നതിൽ ഞങ്ങൾക്കേറെ സന്തോഷമുണ്ട്. ഞങ്ങളെ കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ വന്ദനം ചൊല്ലുന്നു. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നുവെന്ന് തിരുവചന സത്യം വിളിച്ചു പറയുന്നത് പോലെ എറൈസ് ആൻഡ് ഷൈൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി കഴിഞ്ഞ ദിനങ്ങളിൽ പഠിപ്പിച്ച ആക്ഷൻ സോങ്ങുകളാണ് കുഞ്ഞുങ്ങൾ ഇവിടെ അവതരിപ്പിച്ചത്. ആ സത്യവെളിച്ചത്തെക്കുറിച്ചുള്ള ഗാനങ്ങളാണ് ഇവിടെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. തുടർന്നും മനോഹരമായ ഒരു ഗാനം പ്രാർത്ഥനയോടെ ശ്രവിക്കാം. നിങ്ങൾക്കായി പാടുന്നു, പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കും. ചെക്ക് ചെക്ക് ചെക്ക്. ദർശനം തരവേണ്ടുമേശയ്യാ, എന്നെ കരിശനമുള്ളവർ നീരേ അയ്യാ. ദർശനം തരവേണ്ടുമേശയ്യാ, എന്നെ കരിശനമുള്ളവർ നീരേ അയ്യാ. പാവവുലകിൽ എൻ വാഴ്വോ പഞ്ചം, தேவத்துணையின்றி துன்பம் தான் மிஞ்சும். பாவவுலகில் என் வாழ்வோ கொஞ்சம், தேவத்துணையின்றி துன்பம் தான் மிஞ்சும். ஊரோடும் உறவோடும் வளமோடு வாழ்ந்தாலும் காலகாலமாக என்ன காக்கும் திருகுமரா. தரிசனம் தர வேண்டுமேசையா, என்னே கரிசனமுள்ளவர் நீரே ஐயா. நாளும் பொழுதும் உன் நினைவோடுதான் வாழ்வும் நல்வாழ்வு தர வேண்டுமே. கபகரே ககரி சதா பத பத சபத சகா கரி சத கரி பக சபத கரி சகரி சதா.
நாளும் பொழுதும் உன் நினைவோடுதான் வாழ்வும் நல்வாழ்வு தர வேண்டுமே. காணும் உயிர் யாவும் தேவன் அருளாலே, காணும் உயிர் யாவும் தேவன் அருளாலே தேனின் சுவையோடு தேனின் சுவையோடு தாமே நாடி நீரே ராக தாள பாவ கால லயமுடனே லயமுடனே தரிசனம் தர வேண்டுமே செய்யா என்னை தரிசனமுள்ளவர் நீரே ஐயா. வானும் விண்மீதும் உலகோடுதான் யாவும் உன் சாயல் தெளிவாகுதே. வானும் விண்மீனும் உலகோடுதான் யாவும் உன் சாயல் தெளிவாகுதே. பாரில் எமக்காக தேவசுதனாக, பாரில் எமக்காக தேவசுதனாக நாதக்கனிவோடு நாதற்கனிவோடு தாமே நாடி நீரே பாவநாச தேவ பால தயவுடனே தயவுடனே தரிசனம் தர வேண்டுமே செய்யா என்னை கரிசனமுள்ளவர் நீரே ஐயா. தரிசனம் தர வேண்டுமே செய்யா என்னை கரிசனமுள்ளவர் நீரே ஐயா. பாவ உலகில் என் வாழ்வோ பஞ்சம், தேவ துணையின்றி துன்பம் தான் மிஞ்சும். பாவ உலகில் என் வாழ்வோ கொஞ்சம், தேவ துணையின்றி துன்பம் தான் மிஞ்சும். ஊரோடும் உறவோடும் வளமோடு வாழ்ந்தாலும் கால காலமாக என்ன காக்கும் திருகுமரா. தர்சனம் நல்கணே மிஷிகாயி பரிசுத்தனாயவர் நீயே பரா. വളരെ മനോഹരമായ ഗാനങ്ങൾ നാം കേട്ട് ആസ്വദിക്കുകയായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ കളിച്ച അതിമനോഹരമായ ആക്ഷൻ സോങ്ങുകളൊക്കെ നമ്മൾ കണ്ടു. വീണ്ടും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവസരമുണ്ട്. എന്നാൽ അതിനു മുൻപായിട്ട് ഇന്ന് ഈ കാലഘട്ടത്തിൽ ദൈവം ഉപയോഗിക്കുന്ന അനുഗ്രഹീതനായ പ്രഭാഷകൻ പാസ്റ്റർ നോബൽ സ്പർജൻ ഇന്ന് നമ്മോട് സംസാരിക്കുവാനായിട്ട് നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിക്കൊണ്ടിരിക്കുന്ന ആധുനിക യുവ തലമുറകളുടെ നടുവിൽ കൗൺസിലിങ്ങിലൂടെയും അതുപോലെ തന്നെ ദൈവവചന സന്ദേശത്തിലൂടെയൊക്കെ അനേകരുടെ കുടുംബങ്ങളെ, തലമുറകളെ
ശരിയായ ദിശാബോധം നൽകിക്കൊടുത്ത് ശരിയായ ജീവിത വഴിയിലേക്ക് നയിക്കുവാൻ ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന അനുഗ്രഹീത ദേവദാസൻ ഇന്ന് നമ്മോടൊപ്പമുണ്ട്. പ്രിയ കർത്തൃദാസനിലൂടെ മനോഹരമായ സന്ദേശങ്ങൾ ചില മിനിറ്റുകൾ നമുക്ക് ശ്രവിക്കാം. ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആക്ഷൻ സോങ് ഇവിടെ വച്ച് നടത്തപ്പെടും. മാത്രമല്ല വളരെ ശ്രുതിമധുരമായ ഗാനങ്ങളും വീണ്ടും നമുക്ക് ശ്രവിക്കേണ്ടതായിട്ടുണ്ട്. ഈ പ്രദേശത്തിലെ നിങ്ങൾക്ക് എത്രത്തോളം ഈ പ്രോഗ്രാമിനോട് താല്പര്യമുണ്ട് എന്നുള്ളതനുസരിച്ചായിരിക്കും ഈ പ്രോഗ്രാമിൻ്റെ സമയം ഞങ്ങൾ മുന്നോട്ട് ക്രമീകരിക്കുന്നത്. നന്നായി ഗാനങ്ങൾ ആലപിക്കുന്ന അനുഗ്രഹീതരായ കർത്താവിൽ ശ്രേഷ്ഠരായ ദേവദാസന്മാർ നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ. വളരെ പ്രതീക്ഷയോടെ ഈ ദിവസത്തിൽ നമുക്ക് ഒരുമിച്ച് ആയിരിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനം പറയും. തുടർന്ന് പ്രിയ പാസ്റ്റർ നോബിൾ സ്പർജൻ നമ്മോട് സന്ദേശം അറിയിക്കും. അതിനായിട്ട് നമുക്ക് ഒരുമിച്ച് കരങ്ങളെ അടിച്ച് നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ദൂരത്തും ചാരത്തുമായിട്ട് ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകരക്ഷകനായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്വാഗതം ആശംസിക്കുന്നു. സദസ്സിലും വേദിയിലുമായിരിക്കുന്ന ദേവദാസന്മാർ, സഹോദരി സഹോദരങ്ങൾ എല്ലാവരെയും കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വപ്രസിദ്ധമായ ഒരു കപ്പൽ യാത്രയെ പറ്റി പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ സന്ദേശം ഇന്ന് ആരംഭിക്കാൻ പോകുന്നത്. ഇംഗ്ലണ്ടിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് 1912 ഒരു കപ്പൽ പുറപ്പെട്ടു. 1300 യാത്രക്കാരെയും കൊണ്ട് ഒരു കപ്പൽ. ആ കപ്പലിനെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി അതേതായിരിക്കുമെന്ന്. ടൈറ്റാനിക് എന്ന പേരിൽ മനുഷ്യർ പാടിയും പറഞ്ഞും കൊതി തീരാത്ത ആ ആഡംബര നൗക. അതിങ്ങനെ യാത്ര പുറപ്പെടുമ്പോൾ അതിൻ്റെ എഞ്ചിനീയർമാർ, നിർമ്മാതാക്കൾ പറഞ്ഞു, ദൈവത്തിന് പോലും തകർക്കാൻ പറ്റാത്ത അത്ര മനോഹരവും ദൃഢവുമായ ഒരു കപ്പലാണതെന്ന്. സന്തോഷത്തോടുകൂടെ ഇംഗ്ലണ്ടിലെയും അമേരിക്കയിലെയും മില്യനേഴ്സും ബില്യനേഴ്സും അടങ്ങുന്ന ആ സംഘം യാത്ര പുറപ്പെട്ടു. ഒരു സഞ്ചരിക്കുന്ന കൊട്ടാരമോ ഒരു സഞ്ചരിക്കുന്ന നഗരമോ എന്ന് വിശേഷിപ്പിക്കാവുന്ന ആഡംബര സുഖസൗകര്യങ്ങളുള്ള കപ്പൽ. അതിങ്ങനെ പാടിയും പറഞ്ഞും ഒഴുകിയും അണഞ്ഞും ആടിയും ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ കൺട്രോൾ സ്റ്റേഷനിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ട് ഒരു സന്ദേശമെത്തി. ടൈറ്റാനിക്കിൻ്റെ ക്യാപ്റ്റനോട് ഒരു എമർജൻസി സന്ദേശം കൊടുത്തു. എന്താണെന്നറിയാമോ? ഇനി ടൈറ്റാനിക്കിൻ്റെ ഗതി തിരിച്ചുവിടണം. ഇങ്ങനെ യാത്ര തുടർന്നാൽ മഞ്ഞുമലയിൽപ്പെട്ട് അത് തകരാൻ സാധ്യതയുണ്ട്. ടൈറ്റാനിക്കിൻ്റെ യാത്രയുടെ മധ്യേ വലിയ മഞ്ഞുമലകൾ ഉറഞ്ഞു കിടപ്പുണ്ട്, വെള്ളത്തിൻ്റെ ഇടയിൽ ഉറഞ്ഞു കിടപ്പുണ്ട്. ടൈറ്റാനിക്കിനെ അത് തട്ടിക്കളയും. അതുകൊണ്ട് ഗതി മാറ്റി യാത്ര തിരിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോകണം, ഗതി തിരിക്കണം എന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ഈ കപ്പൽ നിയന്ത്രിക്കുന്ന ക്യാപ്റ്റൻ അവർക്കുള്ള ആ കൺട്രോളിംഗ് സ്റ്റേഷനിലേക്ക് മറുപടി പറഞ്ഞത്, അയ്യോ, ഈ കപ്പലിനെ ആർക്കും തകർക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾക്കറിയില്ലേ? മഞ്ഞുപാളിക്കോ മഞ്ഞിനോ ഇതിനെ തകർക്കാൻ കഴിയുകയില്ല, അത്ര ദൃഢമായ ഒരു കപ്പലാണെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, പിന്നെയും പിന്നെയും ആ സെൻട്രലിൽ നിന്ന്, ആ കൺട്രോളിംഗ് സ്റ്റേഷനിൽ നിന്ന് അവർ പറഞ്ഞു, ഇതൊരു മുന്നറിയിപ്പാണ്, അറിയിപ്പല്ല, ഒരു മുന്നറിയിപ്പാണിത്. ഈ കപ്പൽ തകരും, അത് ഈ മഞ്ഞുമലയിൽ ഇടിച്ചായിരിക്കുമെന്ന് പറഞ്ഞു. ഓരോ പ്രാവശ്യവും മുന്നറിയിപ്പ് ലഭിച്ചപ്പോഴും അത് പുച്ഛിച്ച് തള്ളിയിട്ട് ഞങ്ങളെ തകർക്കുവാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കപ്പൽ മുന്നോട്ട് നീങ്ങി. എന്നാൽ ഏറെ കഴിയാതെ രാത്രിയുടെ യാമത്തിൽ
എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മഞ്ഞുമലയിലിടിച്ച് കപ്പൽ തകരുകയും അതിൽ സഞ്ചരിച്ചിരുന്ന 705 പേർ ഒഴിച്ച് ബാക്കി എല്ലാവരും മരിച്ചു പോവുകയും ചെയ്തു. സ്വപ്നങ്ങളും മോഹങ്ങളും ഇഷ്ടങ്ങളും താല്പര്യങ്ങളും കൊണ്ട് ജീവിതം ഒരു കൂട്ടി വെച്ചിരുന്ന അനേകർ വെള്ളത്തിൽ ഒന്നുമില്ലാതെ അവസാനിക്കുകയായിരുന്നു. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന പുല്ലുവിള നിവാസികളെ, ഇന്ന് ഒരു മുന്നറിയിപ്പ് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നു. എന്താണെന്നറിയാമോ? ഇന്നോ നാളെയോ മറ്റന്നാളോ അടുത്ത ദിവസമോ എന്നല്ല, ഇപ്പോൾ വേണമെങ്കിലും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു മുന്നറിയിപ്പിനെ പറ്റിയിട്ടാണ്. അത് മറ്റൊന്നുമല്ല, മരണം എന്ന മുന്നറിയിപ്പിനെ പറ്റിയിട്ടാണ്. എനിക്കത് സംഭവിക്കില്ല, എനിക്ക് ആരോഗ്യമുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. കാര്യമെന്തെന്നറിയാമോ? മരണമെന്നത് രംഗബോധമില്ലാത്ത കോമാളിയാണ്, വിളിക്കാതെ കടന്നു വരുന്ന അതിഥിയാണ്, ആരോടും സൗകര്യവും ഇഷ്ടവും ചോദിച്ചിട്ട് കടന്നു വരുന്ന ഒരാളല്ല. ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ള വേഷത്തിൽ വരും. സ്കൂളിൽ പോകുന്ന കുഞ്ഞിന്റെ പുറകെയും അവൻ വരാം, ജോലിക്ക് പോകുന്ന അച്ഛന്റെ പുറകെയും അവൻ വരാം, വിവാഹം കഴിച്ച ആ ദിവസം വധുവിനെയും വരനെയും തിരക്കി വരാം, 90 വയസ്സായ അപ്പച്ചനെയും തിരക്കി വരാം. എന്നെ കേൾക്കുന്ന പുല്ലുവിള നിവാസികളെ, ഈ രാത്രി ഒരു മുന്നറിയിപ്പ് പങ്കുവയ്ക്കുകയാണ്. അത് മരണം എന്ന മുന്നറിയിപ്പാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാമത്തെ അധ്യായം 16-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നു: മൂടാ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചിരിക്കുന്നത് ആർക്കാകും? ഈ ലോകത്തിൽ നാം വില കൊടുത്ത് വാങ്ങുന്ന എല്ലാത്തിനും ഗ്യാരണ്ടി ഉണ്ട്. 1 രൂപയ്ക്ക് വാങ്ങുന്ന പെൻസിലിന് പോലും ഒരു ഗ്യാരണ്ടി ഉണ്ട്. 100 രൂപയ്ക്ക് വാങ്ങുന്ന ഒരു ബൾബിന് പോലും 1 വർഷം ഗ്യാരണ്ടി അവർ തരും. പക്ഷേ ഇതുവരെ ഒരു ഹോസ്പിറ്റലുകാരും ജനിക്കുന്ന കുഞ്ഞിന് ഗ്യാരണ്ടി കാർഡ് കൊടുത്തു വിട്ടിട്ടില്ല. ലക്ഷക്കണക്കിന് രൂപ ഫീസ് വാങ്ങി, ലക്ഷക്കണക്കിന് രൂപ ബില്ല് വാങ്ങി അമ്മയും കുഞ്ഞിനെയും വണ്ടിയിലോട്ട് കയറ്റി വിടുമ്പോൾ ഒരു ടാറ്റ പറഞ്ഞ് വിടുമെന്നുള്ളതല്ലാതെ രാവിലെ ഇത് കഴിക്കണം, ഉച്ചയ്ക്ക് ഇത് കഴിക്കണം, രാത്രി ഇത് കുടിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറെ മരുന്ന് നമ്മുടെ കയ്യിൽ തരുന്നതല്ലാതെ ഈ കുഞ്ഞിന് ഗ്യാരണ്ടി ഉണ്ട്, 10 വർഷം ഗ്യാരണ്ടി, 25 വർഷം ഗ്യാരണ്ടി എന്ന് ഒരു കിംസും നിംസും ഇതുവരെ തന്നിട്ടില്ല. കാരണം മനുഷ്യ ജീവിതത്തിന് ഗ്യാരണ്ടി ഇല്ല എന്ന് തിരിച്ചറിയണം. ഉറപ്പില്ലാത്തതായി ഈ ലോകത്തിൽ ഒന്നേ ഉള്ളൂ, അത് മനുഷ്യന്റെ ജീവിതമാണ്. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിൽ, നമുക്ക് പിന്നെ എന്തു ശങ്ക, മാറ്റമൊന്നുമില്ലതിൽ. ബുദ്ധിയുള്ള ഒരു കന്യാസ്ത്രീയുടെ വരികളാണ്. സിസ്റ്റർ മേരി ജോൺ തോട്ടത്തിൽ എന്ന ഒരു കന്യാസ്ത്രീ, അവർ തൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചതാണ് ലോകം മുഴുവനും പാടിക്കൊണ്ട് നടക്കുന്നത്. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിൽ. പ്രിയമുള്ളവരെ, സമർത്ഥന്മാരും മിടുക്കന്മാരും പണ്ഡിതന്മാരും അമർന്നുപോയി, പിന്നെ നമുക്കെന്ത് മാറ്റമാണ് നൽകാൻ കഴിയുന്നത്? ഈ മൈക്കിന്റെ ശബ്ദത്തിലൂടെ കേൾക്കുന്ന യുവജനങ്ങളെ, എൻ്റെ വാക്കുകളെ കേൾക്കുന്ന അച്ഛന്മാരെ, അമ്മമാരെ, സഹോദരങ്ങളെ, സഹോദരികളെ, കുഞ്ഞുമക്കളെ, ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും വിട്ടു നാം ഒരു ദിവസം മടങ്ങിപ്പോകേണ്ടതാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 11-12 വാക്യത്തിൽ വായിക്കുന്നത്, ഇതാ ഞാൻ വേഗം വരുന്നു എന്നുള്ളതാണ്. കർത്താവ് വേഗം വരുന്നത് നിത്യമായ ജീവൻ നൽകുവാനായിട്ടാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ വിചാരിക്കും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ലോകം അവസാനിക്കുമെന്ന്. ഒന്നും അവസാനിക്കില്ല. മരിച്ചു കഴിഞ്ഞാൽ അന്തരിച്ച ഇന്ന ആളിന് ലിറ്റിൽ ഫ്ലവർ ആർട്സ് സ്പോർട്സ് ക്ലബിന്റെ ആദരാഞ്ജലി എന്ന് പറഞ്ഞ് ഒരു വലിയ ഫ്ലെക്സ് പുല്ലുകൾ വയ്ക്കും. അന്നത്തെ ആ ഒരു ദിവസം മുഴുവനും കുറെ ചേട്ടന്മാര് മരിച്ചതിന്റെ പേരിൽ വെള്ളമടിക്കും, കുറെ ചേട്ടന്മാര് മരിക്കാത്തതിന്റെ പേരിൽ വെള്ളമടിക്കും. ഇതല്ലാതെ ഈ നാട്ടിലെ ജീവിതത്തിന് ഒരു മരണം കൊണ്ട് ഒരു വ്യത്യാസവും വരുത്താൻ കഴിയില്ല.
ഇനി ഒരല്പം കൂടെ കടത്തി പറഞ്ഞാൽ മരിച്ചത് ചെറുപ്പക്കാരനെങ്കിൽ ചങ്കത്തികളും ചങ്കുകളും ബ്രോകളും കൂടെ ചേർന്ന് ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ഒരു പോസ്റ്റ് ഇടും, ബ്രോ മറക്കില്ലൊരിക്കലും എന്ന് പറഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് അവൻ്റെ വീട്ടിലും പോവും. ഇനി ഒരല്പം കൂടെ അങ്ങോട്ട് കടത്തി വെട്ടിയാൽ 1-ാം ചരമവാർഷികത്തിൻ്റെ അന്ന് സ്വർഗത്തിലെ പനിനീർ പുഷ്പമായി മാറ്റപ്പെട്ട ഞങ്ങളെ ചങ്ക് ബ്രോക്ക് ആദരാഞ്ജലി എന്ന് പറഞ്ഞ് 2 എണ്ണം പോസ്റ്റ് ചെയ്യും, 3 എണ്ണം ലൈക്ക് അടിക്കും. ഇതല്ലാതെ നിങ്ങളുടെ മരണം ഈ ലോകത്തിനോ കുടുംബത്തിനോ സമൂഹത്തിനോ യാതൊരു വ്യത്യാസം വരുത്തില്ല എന്നും നഷ്ടം മരിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ എന്നും തിരിച്ചറിഞ്ഞുകൊള്ളുക. നമ്മുടെ ചില പയ്യന്മാര് റോഡെ ഇങ്ങനെ പോകുന്ന കണ്ടു കഴിഞ്ഞാൽ ഇവര് 250 വർഷം ജീവിക്കുമെന്നുള്ള തോന്നലാണ്. എവിടെ നിന്നെങ്കിലും കടം വാങ്ങി ഒരു ബൈക്ക് എടുത്ത് 46 പോക്കറ്റുള്ള ഒരു പാൻ്റൊക്കെ സംഘടിപ്പിച്ച് ഒന്നിലും പൈസ കാണൂല. ഇവന്റെ ഷർട്ട് ഇട്ടിട്ട് തച്ചതാണോ തച്ചിട്ടിട്ടതാണോ എന്നറിഞ്ഞൂടാ, ഒട്ടിച്ച് വെച്ചതാണോ മിക്സിയിലിട്ടടിച്ച് തേച്ച് വെച്ചതാണോ എന്നറിയില്ല. അങ്ങനെ ഒരു ഷർട്ടൊക്കെ ഇട്ട് ഈ പുല്ലുവിള ജംഗ്ഷനിൽ കൂടെ അവൻ അങ്ങോട്ടൊരു പോട്ട് ഇങ്ങോട്ടൊരു പോക പോകുന്നത് കണ്ടാൽ ഇവൻ പോകുന്നത് ഹിമാലയത്തിലേക്കാണോ, ഇവൻ പോകുന്നത് എവറസ്റ്റിലേക്കാണോ എന്ന് തോന്നും. പക്ഷേ ഭാഗ്യം, അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മളടുത്ത ആളുകൾ വന്ന് പറയും, ഇതാണ്ട് ഇപ്പൊ കുറച്ച് അങ്ങോട്ട് പോയില്ലേ, അവൻ മെഡിക്കൽ കോളേജിന്റെ ഉയർന്ന നിലയിൽ ഓർത്തോ എന്നും പറഞ്ഞിങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ടെന്ന്. മനുഷ്യ ജീവിതത്തിന് ഇത്രേ വിലയുള്ളൂ എന്ന് തിരിച്ചറിയുക. നിങ്ങളോ ഞാനോ വിചാരിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കൈകാര്യം ചെയ്യാനുള്ള ഒരു ജീവിതമല്ല മനുഷ്യ ജീവിതം. പ്രിയമുള്ള യുവജനങ്ങളെ, നിത്യമായത് എന്താണെന്ന് ചിന്തിക്കുക. അത് യേശു മാത്രമാണ് നിത്യമായത്. ഈ പുല്ലുവിള നിവാസികൾക്ക് യേശുവിനെ ഞാൻ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. ഈ പുല്ലുവിള നിവാസികൾക്ക് സ്വർഗത്തെ പറ്റി ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്നെ സ്വർഗത്തെ പറ്റി പഠിപ്പിക്കാൻ പക്വതയുള്ളവരാണ് നിങ്ങൾ. എന്നെ യേശുവിനെ പറ്റി പഠിപ്പിക്കാൻ പക്വതയുള്ളവരാണ് നിങ്ങൾ. പക്ഷേ ഞാനിത് എന്തിനു പറയുന്നതെന്നറിയാമോ? ചിലരുടെ നടപ്പും ചിലരുടെ നോട്ടവും ചിലരുടെ സഞ്ചാരവും ജീവിതവും കണ്ടാൽ ഇവർ ഇതുവരെ ഇതൊന്നും കണ്ടിട്ടില്ലാത്തതുപോലെ. ഇന്ന് രാത്രി നമ്മുടെ ജീവിതം നശ്വരമാണെന്നും നാമും മരണവും തമ്മിൽ ഒരടി അകലത്തിൽ സഞ്ചരിക്കുന്നു എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് വരുമ്പോൾ ജീവിതത്തെ കുറച്ചുകൂടെ ഗൗരവമായി കാണുവാൻ കഴിയും. ആർക്കാണ് നിത്യമായ ജീവൻ നൽകാൻ കഴിയുന്നത്? നമ്മുടെ ചങ്കത്തികളും ചങ്കുകളും പറയും, ഈ ലഹരിക്കാണ് നിത്യമായൊരു സന്തോഷം നൽകാൻ കഴിയുന്നത്. ശരിയായിരിക്കും, എനിക്കറിയില്ല. വെള്ളമടിച്ച് ഓടെ കിടന്ന് പട്ടി മുഖത്തൂടെ മൂത്രം ഒഴിക്കുമ്പോൾ കൊള്ളാം കൊള്ളാമെന്ന് പറഞ്ഞ് തിരിഞ്ഞു കിടക്കുന്ന ചേട്ടന് അത് നിത്യമായ സന്തോഷമായിരിക്കും. എനിക്കറിയില്ല. വെള്ളമടിക്കുന്നവന് ഈ മദ്യപിച്ച് ഇങ്ങനെ ഓടെ കിടക്കുന്നത് വളരെ രസമായിരിക്കും. പക്ഷെ അവനെ തിരക്കി വീട്ടിലിരിക്കുന്ന ഭാര്യയ്ക്ക് ഇതൊട്ടും രസകരമല്ല. മദ്യപിച്ചും MDMA ഉപയോഗിച്ചും കഞ്ചാവ് വലിച്ചും റോഡിൽ കിറുകി കിടക്കുന്ന ചെറുപ്പക്കാരാ, നിനക്കത് സന്തോഷമായിരിക്കും. പക്ഷേ നിന്നെ തിരക്കി പ്രസവിച്ചൊരു വയർ വീട്ടിലുണ്ട്, അവൾക്കത് സന്തോഷകരമായ കാര്യമല്ല. 1000, 1500, 2000 രൂപയ്ക്ക് ജോലി ചെയ്തിട്ട് കടലിൽ നിന്ന് മടങ്ങി വീട്ടിലേക്ക് വന്നിട്ട് 10 രൂപ കയ്യിലെടുക്കാനില്ലാതെ പിറ്റേ ദിവസം ഊര് തണ്ടുന്ന നാട്ടുകാരുള്ള നാട്ടിൽ നിന്നാണ് ഞാൻ ഈ പ്രസംഗിക്കുന്നത്. എൻ്റെ പ്രസംഗം കഴിയുമ്പോൾ എന്നോട് പിണങ്ങാൻ നിങ്ങൾ വരണ്ട. പക്ഷെ ഒരു യാഥാർത്ഥ്യമാണ്, അധ്വാനിക്കുന്നത് ആര് കൊണ്ടുപോകുന്നു എന്നുള്ള ചോദ്യം നിങ്ങൾ ചോദിച്ചിട്ട് നിങ്ങൾ സന്തുഷ്ടമായി നിത്യതയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക. മദ്യപിച്ചാൽ ലഹരി ഉപയോഗിച്ചാൽ സന്തോഷമാണ്. ആർക്ക്? ആകപ്പാടെ ഇപ്പൊ ലഹരി ഉപയോഗിച്ച് സന്തോഷത്തിലാകുന്നത് 2 കൂട്ടർ മാത്രമാണ്. ഒന്ന് ശവപ്പെട്ടി കച്ചവടക്കാരനും പിന്നൊന്ന് ആശുപത്രിയിലുള്ള ആളുകളും. ഇവർക്ക് 2 പേർക്കുമല്ലാതെ ലഹരി കൊണ്ടൊരു ഉപകാരവും ഗുണവും ആർക്കും ഉണ്ടായിട്ടില്ല. ചിലർ ഭക്ഷണം കഴിക്കുന്നതുണ്ട്. ചിലർ പറയുന്നു പ്രേമം, സ്നേഹം, ബന്ധങ്ങൾ, ഫ്രണ്ട്ഷിപ്പ്, ആഷിപ്പ്, ഈഷിപ്പ്, അതാണ് നിത്യമായത്. പിന്നെ പുല്ലുവിളിയുള്ള ആളുകളോട് ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ സ്നേഹിച്ചുകൊണ്ടൊന്നും കുഴപ്പമില്ല, പക്ഷെ ആ ഫ്രൂട്ടി കൊണ്ടുവരുന്ന ജ്യൂസ് ഒന്നും വാങ്ങിച്ച് കുടിച്ചു കളയരുത്. പ്രേമമൊക്കെ നല്ലത് തന്നെ, വീട്ടിൽ നിന്നൊരു കുപ്പി വെള്ളവും കൂടെ കൊണ്ടുപോയി കൊള്ളണം. കാരണം ഒരു പാവം ചെറുക്കൻ ഫ്രൂട്ടി ജ്യൂസ് കുടിച്ച് ഫ്രൂട്ടി കൊടുത്തവൾ ഇന്ന് സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഫ്രൂട്ടി ജ്യൂസ് കുടിച്ചവൻ ഇന്ന് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ
സ്വർഗലോകത്തിലോ നരകലോകത്തിലോ എന്നറിയാതിരിക്കുന്നു. സ്നേഹം നല്ലതാണ്. നിങ്ങൾക്കറിഞ്ഞോ, കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് വെഞ്ഞാറുമൂട് എന്ന സ്ഥലത്ത് ഒരു സ്നേഹത്തിന്റെ പേരിൽ, പ്രേമത്തിന്റെ പേരിൽ ഒരു പയ്യൻ അവന്റെ കാമുകിയെ വിളിച്ച് ബൈക്കിൽ കയറ്റി വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവന്റെ അമ്മയോടും അപ്പനോടും, അഥവാ കാമുകിയുടെ അപ്പനോടും അമ്മയോടും ട്യൂഷന് പോകുന്നെന്ന് പറഞ്ഞ് പെൺകുട്ടി അവിടെ നിന്ന് ഇറങ്ങിയതാണ്. 3 വർഷം പ്രേമിച്ചു വന്ന്, 3 വർഷം അവർ തമ്മിൽ റിലേഷൻഷിപ്പിലുണ്ടായിരുന്നെന്ന്. എന്നിട്ട് ഇവന്റെ സ്വഭാവം അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. എന്ത് സംഭവിച്ചെന്നറിയാമോ? ഈ പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ചുറ്റിക ഉപയോഗിച്ച് തലയിലടിച്ചിട്ട് അവൻ ആ പെൺകുട്ടിയെ വീട്ടിനകത്തിട്ട് കൊന്നു. അവന്റെ കൈ ഉപയോഗിച്ച് ഹൃദയത്തിനകത്ത് മാന്തി ഹൃദയം പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ഇത് പ്രേമത്തിന്റെ പേരിൽ ഒരു പെണ്ണിനെ വീട്ടിൽ കൊണ്ടുപോയി കാണിച്ച കാര്യമാണ്. ഈ ഡെഡ് ബോഡിയും ഈ തുടിക്കുന്ന ഹൃദയവും ചാക്കിൽ വാരിക്കെട്ടി കൊണ്ടുപോയ ആംബുലൻസ് ഡ്രൈവർ എന്റെ സുഹൃത്താണ്. ഈ തുടിക്കുന്ന ഹൃദയത്തെ പറിച്ച് വെളിയിൽ എറിഞ്ഞിരുന്നത് സുന്ദരിയായ പെൺകുട്ടിയുടെ തലമണ്ട പൊട്ടിച്ച് തലച്ചോർ പുറത്തു വരത്തക്കവണ്ണം അതിനെ മോശമാക്കിയിട്ടിരുന്നത്, ശരീരാവയവങ്ങളെ നുള്ളിപ്പറക്കി പുറത്തിട്ടിരുന്ന കിരാതമായ മരണം വരുത്തി നൽകിയത് ആരെന്നറിയാമോ? 3 വർഷം പൊന്നേ കരളെ എന്ന് പറഞ്ഞ് കൊണ്ടു നടന്നവൻ. പുല്ലുവിളയിലുള്ള പ്രിയപ്പെട്ട പെൺകുട്ടികളെ, നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് നല്ലതാണ്, ലവ്ഷിപ്പ് നല്ലതാണ്, സിറ്റുവേഷൻഷിപ്പ് നല്ലതാണ്. പക്ഷെ കൊണ്ടു നടക്കുന്നവന് ബോധമുണ്ടോ എന്നെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ സ്നേഹിച്ചും താലോലിച്ചും ഭക്ഷണ പദാർത്ഥങ്ങൾ നൽകിയും 20 വയസ്സ് വരെ 18 വയസ്സ് വരെ വളർത്തിയ അപ്പനും അമ്മയും ദുഃഖിക്കേണ്ടി വരും, നാട്ടുകാർ സങ്കടപ്പെടേണ്ടി വരും. ഈ ദിവസം നിത്യമായത് ഈ ലോകത്തിലെ ജീവിതമല്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ് നാം നിത്യമായ ദൈവത്തെ പറ്റി ചിന്തിക്കാൻ ആരംഭിക്കുന്നത്. ഇവിടെ ഒരു മനുഷ്യനുണ്ടായിരുന്നു, അദ്ദേഹത്തിന് 150 വയസ്സ് വരെ ജീവിക്കാൻ ആഗ്രഹം, 180 വയസ്സ് വരെ ജീവിക്കാൻ ആഗ്രഹം. നമുക്കും ആഗ്രഹമുണ്ട്. 150 വയസ്സ് വരെ എങ്ങനെ ജീവിക്കാമെന്നാണ് പലരും ആഗ്രഹിക്കുന്നത്. എന്നാൽ എനിക്ക് ആഗ്രഹമില്ല കേട്ടോ. മരിക്കാനും ആഗ്രഹമില്ല, ജീവിക്കാനും ആഗ്രഹമില്ല. എന്നാൽ ഞാനീ പറയുന്ന വ്യക്തി 150 വർഷം ജീവിക്കാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് അദ്ദേഹം എന്തെന്നറിയാമോ? തൻ്റെ വീട്ടിൽ 12 ഡോക്ടർമാരെ ജോലിക്ക് വെച്ചു. നല്ല പാർട്ടി. 12 ഡോക്ടർമാരെ. അതിൽ 4 പേരെ അവയവം ദാനം ചെയ്യുന്നതിന് വേണ്ടി അവയവ ദാതാക്കളായിട്ട് വെച്ചു. ഹാർട്ട് രോഗം വന്ന് ഹാർട്ട് റീപ്ലാന്റ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ ഈ ഹാർട്ട് എടുക്കാൻ വേണ്ടി ഹാർട്ട് നൽകാൻ ഒരാള്, കിഡ്നി നൽകാൻ ഒരാള്, കണ്ണ് നൽകാൻ ഒരാള്, ലിവർ നൽകാൻ ഒരാള്, അങ്ങനെ അവയവം ദാനം ചെയ്യാൻ കഴിയുന്ന 4 പേരെ പൈസ കൊടുത്ത് വീട്ടിൽ നിർത്തി. കഴിക്കുന്ന ഭക്ഷണത്തിൽ ലാബിൽ പരിശോധിച്ച ഫുഡ് മാത്രം കഴിച്ചു. വീട്ടിൽ ഒരു ഫുഡ് ലാബ് അറേഞ്ച് ചെയ്തു. ഏതെങ്കിലും ഫുഡ് എങ്ങനെയെങ്കിലും കഴിക്കാൻ ഇഷ്ടമില്ല. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? തനിക്ക് കഴിക്കുന്ന ഫുഡ് ഏതാണെന്ന് പറയാൻ ഒരു ഡയറ്റീഷ്യൻ, ഓട്ടോമാറ്റിക് ആയിട്ട് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കട്ടിലുണ്ട്, അത് വാങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കട്ടിലിൽ ഇയാൾ ഉറങ്ങി. 12 ഡോക്ടർമാരെ വീട്ടിൽ ജോലിക്ക് വെച്ചു. എന്തിനെന്നറിയാമോ? 150 വയസ്സ് വരെ ജീവിക്കണം, അത്രമാത്രം. എന്നെ കേൾക്കുന്ന പുല്ലുവിള നിവാസികളെ, നിങ്ങൾ അറിഞ്ഞോ? 150 വയസ്സ് പോയിട്ട് ഇദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ 1 വയസ്സും ഉണ്ടായിരുന്നില്ല. 50ാമത്തെ ദിവസം, ഒരു ദിവസം രാവിലെ ലോകം മുഴുവനുള്ള പത്രങ്ങൾ വിളിച്ചു പറഞ്ഞു, മൈക്കിൾ ജാക്സൺ ലോകത്തോട് വിട പറഞ്ഞു എന്ന്. 150 ഏക്കർ സ്ഥലത്ത് നിൽക്കുന്ന ഒരു മനോഹരമായൊരു കൊട്ടാരവും 5000 കോടി രൂപ ബാങ്കിൽ ബാലൻസും ഇട്ടിട്ട് മൈക്കിൾ ജാക്സൺ ആരോടും പറയാതെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്നെ കേൾക്കുന്നവരെ, മരണവും നമ്മളും ഏകദേശം 1 അടി അകലത്തിലാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. ലോകം കീഴടക്കിയ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് അലക്സാണ്ടർ എന്നാണ്. ജനറൽ ഹോസ്പിറ്റലിൽ നിങ്ങൾ പനി വാർഡിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കും. എന്തെന്നറിയാമോ എഴുതി വെച്ചിരിക്കുന്നത്? പിന്നെ നമ്മളിതൊന്നും വായിക്കാറില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല.
അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കും, എന്താണ്? ലോകത്തെ കീഴടക്കിയത് ഞാൻ, പക്ഷേ എന്നെ കീഴടക്കിയത് കൊതുക്. ജനറൽ ഹോസ്പിറ്റലിലെ ഒരു പനി വാർഡിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. എന്തെന്നറിയാമോ? ലോകം മുഴുവനും അലക്സാണ്ടർ കീഴടക്കി 38-ാമത്തെ വയസ്സിൽ. പക്ഷെ അലക്സാണ്ടർ എന്ന മനുഷ്യൻ ഇന്ത്യയിലെ പേരസ് എന്ന രാജാവിനെ ആക്രമിച്ചിട്ട് മടങ്ങിപ്പോകാൻ ഒരുങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഇന്ത്യയിൽ വെച്ച് തന്നെ ഒരു മലേറിയ കൊതുക് വന്ന് ഇദ്ദേഹത്തെ കുത്തുകയും പനി പിടിച്ച് തൻ്റെ സ്വന്തം രാജ്യമായ അലക്സാണ്ട്രിയയിൽ എത്തിച്ചേർന്ന് പനി പിടിച്ച് തന്നെ മരിച്ചു പോവുകയും ചെയ്തു. 5-6 വയസ്സോ പ്രായമുള്ള മക്കൾ മാത്രമുണ്ടായിരുന്ന മനുഷ്യൻ ഈ വെട്ടിപ്പിടിച്ച സാമ്രാജ്യത്തിന് ഒരാളെ ഏൽപ്പിക്കാനില്ലാതെ ഈ ലോകം മുഴുവനും കീഴടക്കിയിട്ടും ഒരു തുണ്ട് പോലും കൊണ്ടുപോകാൻ കഴിയാതെ അലക്സാണ്ടർ ലോകത്തുനിന്ന് വിട പറഞ്ഞു. എന്നെ കേൾക്കുന്ന ഈ ദേശനിവാസികളെ, നാം ഇവരെക്കാളും വലിയവരോ ചെറിയവരോ ഒന്നല്ല, പക്ഷെ ഇന്ന് നാം യേശു ഉള്ളവരായി ജീവിക്കുന്നു എന്നുള്ളൊരു ബോധ്യത്തിൽ ജീവിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഞാൻ ഇനി ഒരാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അത് അലക്സാണ്ടർ അല്ല, അത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ പോപ്പ് ഗായകനല്ല. പിന്നെ ആരാണെന്നറിയാമോ? പൗലോസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. വിശുദ്ധ പൗലോസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹവും മരിച്ചു, ഇവരെ പോലെയൊക്കെ തന്നെ. പക്ഷേ ഇതുപോലെ ആരോടും പറയാതെയുമല്ല, ഇതുപോലെ വഴി വീണ് മരിച്ചു പോയതല്ല, ഇതുപോലെ കരഞ്ഞുകൊണ്ട് മരിച്ചതല്ല. ഈ മനുഷ്യൻ വാർദ്ധക്യത്തിൽ കട്ടിൽ കിടന്നുകൊണ്ട് ഈ പൗലോസ് എന്ന മനുഷ്യൻ പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്നറിയാമോ? ഈ ആദ്യം പറഞ്ഞ രണ്ടുപേർക്കും നിത്യത അവരുടെ ഹൃദയത്തിലുള്ള ഇല്ലായിരുന്നു. മൂന്നാമത് പറഞ്ഞ വ്യക്തിക്ക് ഹൃദയത്തിൽ നിത്യതയുണ്ടായിരുന്നു. ഈ രാത്രികാലം നിത്യതയുടെ ചിന്തകൾ നിങ്ങളുടെ മനസ്സിനകത്ത് ഞാൻ ഇടാൻ ആഗ്രഹിക്കുന്നു. നിത്യതമായ സന്തോഷം തരാൻ കഴിയുന്ന നിത്യതയുള്ള ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ സമർപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമാകുകയും നല്ല ജീവിതം നയിക്കുവാൻ ഇടയാകുകയും ചെയ്യും. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർ ഒന്ന് പരിശോധിക്കും. എന്തിനെന്നറിയാമോ? കൊളസ്ട്രോൾ ഉണ്ടോ, ഷുഗർ ഉണ്ടോ, മറ്റേതെങ്കിലും അസുഖമുണ്ടോ, ഇതെല്ലാം പരിശോധിക്കുന്നത് ഡോക്ടറുടെ ഒരു ഡ്യൂട്ടിയാണ്. അതുപോലെ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്തൊരു പരിശോധന നടത്താൻ പറയാണ്. നിങ്ങളുടെ ഹൃദയങ്ങളെ ഒന്ന് പരിശോധിക്കണം. യേശു നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടോ? ജന്മനാ ക്രിസ്ത്യാനി ആയതുകൊണ്ടും പാരമ്പര്യ ക്രിസ്ത്യാനി ആയതുകൊണ്ടും യേശു ഉള്ളിൽ വരണമെന്നില്ല. ഞാനൊരു ജന്മനാ ക്രിസ്ത്യാനിയാണ്, ഞാനൊരു പാരമ്പര്യ ക്രിസ്ത്യാനിയാണ്, ക്രിസ്തീയ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്, അതുകൊണ്ട് എനിക്ക് യേശു ഉണ്ടാകണമെന്നില്ല. പിന്നെയോ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നവർക്ക് മാത്രമേ യേശു ഹൃദയത്തിൽ ഉണ്ട് എന്നുള്ള ബോധ്യം വരുത്തുവാൻ കഴിയുകയുള്ളൂ. പണ്ട് മഴയുള്ളൊരു ദിവസം ഒരു കടത്തുകാരൻ കടത്തുവഞ്ചിയും കൊണ്ട് ആരെങ്കിലും ഒരാളെ കിട്ടുമോ? 1 രൂപയെങ്കിലും കിട്ടിയാൽ വീട്ടിൽ റേഷൻ വാങ്ങിക്കാൻ ഇതായല്ലോ എന്ന് പറഞ്ഞ് ചെറിയ ചാറ്റൽ മഴയുള്ള ദിവസവും വള്ളവുമായി ഈ കടത്തുകരയിൽ നിൽക്കുകയാണ്. വിദ്യാസമ്പന്നനെന്ന് തോന്നിക്കുന്ന, ആകർഷണമുണ്ടെന്ന് സ്വയം കരുതുന്ന ഒരു യുവാവ് ആ വള്ളത്തിലേക്ക് കയറാൻ വന്നെന്ന്. വള്ളത്തിൽ അവൻ കയറി. അവൻ പറഞ്ഞു, തൊട്ടപ്പുറത്തേക്ക് ഒന്ന് പോകാമെന്ന്. ഈ വള്ളക്കാരനും വിദ്യാഭ്യാസമുണ്ട ഈ ചെറുപ്പക്കാരനുമായിട്ട് വള്ളത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഈ തീരെ കാര്യപ്രാപ്തി ഇല്ല എന്ന് തോന്നിയ വള്ളക്കാരനോട് വിദ്യാഭ്യാസമുണ്ടെന്ന് അഭിമാനിക്കുന്ന ചെറുപ്പക്കാരൻ ചോദിച്ചു, അല്ല വള്ളക്കാരൻ ചേട്ടാ, നിങ്ങൾക്ക് ഈ ഇംഗ്ലീഷൊക്കെ നല്ല പിടുത്തമുണ്ടോ? നമുക്ക് കുറച്ചു നേരം ഇംഗ്ലീഷ് സംസാരിച്ചാലോ? എനിക്ക് ഇംഗ്ലീഷാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. പാവപ്പെട്ട വള്ളക്കാരൻ ഈ വിദ്യാസമ്പന്നനായ ചെറുപ്പക്കാരനോട് പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ, എനിക്ക് ഇംഗ്ലീഷ് പോയിട്ട് പോലും അറിഞ്ഞുകൂടാ, എന്നെ വെറുതെ വിടി. ഞാൻ ഈ മലയാളം മീഡിയമാണ്, 2ാം ക്ലാസ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. 2ാം ക്ലാസ്സും ബാക്ക് ബെഞ്ചും ഗുസ്തിയും കോരിത്തയ്യലും പണ്ട്, അതുകൊണ്ട് എനിക്കിത് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, കുഴപ്പമില്ല, ഇംഗ്ലീഷ് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾക്ക് ബയോളജി അറിയാമോ എന്ന് ചോദിച്ചു. ബയോളജി അറിയണം, നമ്മുടെ ശരീരത്തെപ്പറ്റി അറിയുന്നത് ബയോളജിയാണ്. 106 അസ്ഥികൾ നമുക്കുണ്ട്, അതേപ്പറ്റി അറിയണത് ബയോളജിയാണ്. നമ്മുടെ കണ്ണിൽ കൃഷ്ണമണിയുണ്ട്, അത് നമുക്കറിയണമെങ്കിൽ ബയോളജിയാണ്. കിഡ്നി പുറകിൽ 2 ഉണ്ട്, അതറിയണമെങ്കിൽ ബയോളജിയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ബയോളജി പോയിട്ട് എനിക്ക് ആപ്പടെ അറിയാമെന്നുള്ളത് റേഷൻ കട എവിടെയുണ്ടെന്ന് മാത്രമാണ്.
ഈ വള്ളക്കാരൻ്റെ ഈ അജ്ഞതയെ ഓർത്ത് ഈ ചെറുപ്പക്കാരന് ഒരു വലിയ സന്തോഷം തോന്നി. അതുകൊണ്ട് പിന്നെയും പിന്നെയും ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരുന്നു. ചോദിച്ച ക്വസ്റ്റ്യത്തിനെല്ലാം ഉത്തരമില്ല. ബയോളജി അറിയില്ല, പിന്നെ ഒരു ഓളജിയും ഇവനറിയില്ല. കുറേ സമയം കഴിഞ്ഞപ്പോൾ മഴ വന്നുവെന്ന്, കാര്യമായ മഴ വന്നുവെന്ന്, കൊടുങ്കാറ്റ് വന്നുവെന്ന്, വള്ളം മുങ്ങിപ്പോകുമോ എന്ന് തോന്നുന്നു. അപ്പോൾ ഈ ചെറുപ്പക്കാരനോട് ഈ വള്ളക്കാരനൊരു ചോദ്യം ചോദിച്ചു. സാർ, നിങ്ങൾക്ക് ബയോളജി അറിയാം, നിങ്ങൾക്ക് ഫിലോസഫി അറിയാം, നിങ്ങൾക്ക് എല്ലാ ഓളജിയും അറിയാം, പക്ഷെ ഇപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കുന്നു, നീന്തോളജി വശമുണ്ടോ നിങ്ങൾക്ക്? ആ ചെറുപ്പക്കാരൻ ആ വള്ളക്കാരൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് സൈക്കോളജി അറിയാം, എനിക്ക് ബയോളജി അറിയാം, എനിക്ക് എല്ലാ ഓളജിയും അറിയാം, പക്ഷെ ആകപ്പാടെ ഇനി പഠിക്കാനുള്ളത് നീന്തോളജി മാത്രമാണെന്ന് പറഞ്ഞു. അപ്പോൾ വള്ളക്കാരൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങൾക്ക് ഇനി ഒന്നും പഠിക്കേണ്ടി വരൂല, പഠിക്കേണ്ടത് പഠിക്കാത്തത് കൊണ്ട് മിക്കവാറും നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ ഗ്രാമത്തിലുള്ള യുവജനങ്ങളെ, നിങ്ങൾക്കതറിയാമെന്നും ഇതറിയാമെന്നും നിങ്ങൾ പണ്ഡിതനാണെന്നും നിങ്ങൾ മഹാസംഭവമാണെന്നും നിങ്ങൾ പ്രസിദ്ധമായൊരു സഭയുടെ അംഗമാണെന്നും ലോകം മുഴുവനുള്ള പ്രസ്ഥാനത്തിൻ്റെ അംഗമാണെന്നും നിങ്ങൾ ഭയങ്കര ആളുകളാണെന്നും പറഞ്ഞ് നെഞ്ചു വിരിച്ച് നടന്നിട്ട് കാര്യമില്ല. അറിയേണ്ടതുപോലെ അറിയേണ്ട രീതിയിൽ അറിഞ്ഞില്ലെങ്കിൽ മരണം കയ്യെത്തുന്ന അകലത്തിലെത്തുമ്പോൾ നാം ഇളിഭ്യരായി മാറിപ്പോകും. ഈ രാത്രി അറിയേണ്ട കർത്താവിനെ അറിയുവാനും യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് നിത്യതയിൽ അവകാശമാക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ആർക്ക് യേശുവിനെ സ്വീകരിക്കാൻ കഴിയും? ആർക്കും കഴിയും. എങ്ങനെയുള്ളവർക്ക് യേശുവിനെ സ്വീകരിക്കാൻ കഴിയും? എങ്ങനെയുള്ളവർക്കും കഴിയും. കാരണം യേശു അങ്ങനെയാണ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, തിരുവനന്തപുരത്ത് ചെങ്കൽച്ചുള്ള എന്ന് പറഞ്ഞ് ഒരു സ്ഥലമുണ്ട്. ഞാൻ ചെങ്കൽച്ചുള്ളയുടെ അടുത്ത് സെൻട്രൽ ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്, സ്കൂൾ പഠിത്തം. അതുകൊണ്ട് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വലിയ ചേട്ടന്മാരൊക്കെ വന്ന് നമുക്കൊരു ഇടി തരണമെന്ന് വിചാരിക്കുകയോ, ക്ലാസ് കട്ട് ചെയ്ത് ഞങ്ങൾ ആ സിനിമാ തിയേറ്ററിൽ സിനിമ കാണാനൊക്കെ പോവുകയോ ചെയ്യുമ്പോൾ ടിക്കറ്റ് എടുക്കാൻ പറ്റാതെ ഞങ്ങൾ വെളിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ വന്ന് നമ്മൾ ഇടിച്ച് നെരുങ്ങിയൊക്കെ ടിക്കറ്റ് എടുക്കാൻ നോക്കുമ്പോൾ ബഹളം ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അവന്മാർ വന്ന് നമ്മൾ ഇടിക്കാൻ പോകുമ്പോൾ ഇടി കൊള്ളുന്ന നേരം നമ്മൾ പറയും, ഞങ്ങൾ ചുള്ളയിലുള്ളതാണ്, അടി അപ്പോഴും തീർത്ത്, പിന്നെ അടിയില്ല, പേടിയാണ്, എന്നാൽ പിന്നെ നിങ്ങൾ ഫ്രണ്ടിലോട്ട് പോയിക്കോളാം എന്ന് പറയും. ചെങ്കച്ചുള്ള സിറ്റിയിലുള്ള ഒരു ചേരി. ഈ ട്രിവാൻഡ്രത്തുള്ള ആരും ചെങ്കച്ചുള്ള എന്ന് കേട്ടാൽ പേടിക്കും. പക്ഷെ ഇന്ന് നിങ്ങൾ ചെങ്കച്ചുള്ളിയിലേക്ക് പോകണം. നമ്പർ 1, ചെങ്കച്ചുള്ളിയുടെ പേര് രാജാജി നഗർ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ചെങ്കച്ചുള്ള ഇപ്പം അറിയപ്പെടുന്നത് അടിപിടി കേസിലെ ആളുകളെ പറ്റിയിട്ടല്ല. ചെങ്കച്ചുള്ള ഇപ്പം അറിയപ്പെടുന്നത് എത്ര ആളുകൾ ക്രിമിനൽ കേസിലെ പ്രതികളുണ്ടെന്നല്ല. ചെങ്കച്ചുള്ള ഇപ്പം അറിയപ്പെടുന്നത് യേശുവിൻ്റെ സ്നേഹം കൊണ്ട് നടക്കുന്ന പട്ടണത്തിലെ ഹൃദയം എന്നാണ് അറിയപ്പെടുന്നത്. നിങ്ങൾ അറിഞ്ഞോ? അറിഞ്ഞില്ലെങ്കിൽ ഞാൻ പറയാം. ചെങ്കച്ചുള്ളയിലുള്ള 16 വയസ്സിൽ ഒരു പുരുഷനോടൊപ്പം ജീവിതം ആരംഭിച്ച ഒരു സഹോദരി. ആ ബാല്യകാലത്തിലെ ചാബല്യം 18 വയസ്സെന്തോ ആയപ്പോൾ 2-3 മക്കളെ പ്രസവിക്കേണ്ടി വന്നു. ഭർത്താവ് മദ്യപാനി, കുടുംബം തകർന്നു തരിപ്പണമായി. എന്ത് ചെയ്യണമെന്നറിയാതെ മക്കളെ ഒരിടത്തും ഇവർ പോയിട്ട് ഒരു അനാഥ മന്ദിരത്തിൽ നിൽക്കേണ്ടി വന്നു. ജീവിതം തകർന്നു പോയൊരു സ്ത്രീ, ചെങ്കച്ചുള്ളയിലുള്ള ഒരു സാധാരണ പെൺകുട്ടി. ഉറങ്ങാൻ സ്ഥലമില്ലാതെ, ഉടുക്കാൻ വസ്ത്രമില്ലാതെ, ഒരു വിഷക്കാരിയെ പോലെ ലോകം മുഴുവനും അവൾ തെണ്ടി നടന്നു. പക്ഷെ ഒരു ദിവസം ആരോ അവളോട് പറഞ്ഞു കൊടുത്തു. എന്തെന്നറിയാമോ പറഞ്ഞു കൊടുത്തത്? നിനക്കൊരു ഉപജീവന മാർഗം ഹരിത കർമ്മസേന. അറിയാലോ, പേരൊക്കെ ഭയങ്കരമാണ്. ഹരിത കർമ്മസേന കേൾക്കുമ്പോൾ മിലിറ്ററിക്കാരെ പോലെ വല്ല പൈസ കിട്ടുമെന്ന് വിചാരിക്കും. പാവത്തിങ്ങൾക്ക് 4, 3, 7 രൂപയും കൊടുക്കും, പേര് മാത്രം ഗമയിലിടും. അത് പോട്ടെ, ഇനി പറയണ പേരിനനുസരിച്ച് ശമ്പളം കിട്ടണമെങ്കിൽ ഞാൻ മുഖ്യമന്ത്രി ആയാലേ പറ്റുള്ളൂ. അങ്ങനെ ഹരിതകർമ്മസേന അതിലെ അംഗമായി ചില്ലറ പൈസ ശമ്പളമായിട്ട് അവർ വാങ്ങിച്ചു. ഹരിതകർമ്മസേനമായി ആ ട്രിവാൻഡ്രത്തെ വീടുകളിൽ കയറി ഇറങ്ങി പ്ലാസ്റ്റിക് വാരിക്കൊണ്ട് നടന്ന ഈ പെൺകുട്ടി, ഈ സ്ത്രീ, കുടുംബം തകർന്ന് മദ്യപാനത്തിൽ
മക്കളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ല, വല്ലാത്ത അരക്ഷിതാവസ്ഥ. പക്ഷെ ആരോ ഒരാൾ പറഞ്ഞു, എന്തെന്നറിയാമോ? യേശുവിന് മാത്രമേ ഈ ജീവിതത്തിന് അർത്ഥവും വ്യാപ്തിയും തരാൻ കഴിയുള്ളൂ എന്ന്. 9ാം ക്ലാസ് വരെ മാത്രം പഠിച്ച ഈ പെണ്ണ് അവളുടെ ജീവിതകഥ മറ്റൊരാളുടെ സഹായത്തോടുകൂടെ എഴുതി. ആ പുസ്തക രൂപത്തിൽ അത് പ്രസിദ്ധീകരിച്ചു. ചിന്ത പബ്ലിക്കേഷൻസ് അത് പ്രസിദ്ധീകരിച്ചു. ചെങ്കച്ചുളയിലെ എൻ്റെ ജീവിതം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. നിങ്ങൾ അറിഞ്ഞോ? ആ പുസ്തകമാണ് ഷാർജ ബുക്ക് ഫെസ്റ്റിവലിലെ ഈ 2025 ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് പുസ്തകം. നിങ്ങൾ അറിഞ്ഞോ? കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് 2025 കിട്ടിയത് ഈ ചെങ്കച്ചുള്ളയിലെ ജീവിതം എന്ന പുസ്തകം എഴുതിയ ധനഞ്ജയകുമാരിക്കാണ്. നിങ്ങൾക്കറിയാമോ എന്താണെന്ന്? കേരളത്തിലെ കോഴിക്കോട്, കണ്ണൂർ സർവകലാശാലകൾ MA-ക്ക് മലയാളത്തിന് പഠിപ്പിക്കാൻ വെച്ചിരിക്കുന്ന പുസ്തകം, ടെക്സ്റ്റ് ബുക്കിന്റെ പേര് ചെങ്കച്ചുള്ളയിലെ എൻ്റെ ജീവിതം എന്ന് എഴുതിയതാര്? 9ാം ക്ലാസ്സുകാരി ധനഞ്ജയകുമാരി എന്ന ജീവിതം നഷ്ടപ്പെട്ട 9ാം ക്ലാസ്സുകാരി എഴുതിയ പുസ്തകം ലോകത്തിന് നെറുകയിലെത്തി. 1 മാസത്തിന് മുൻപ് എൻ്റെ സഭയിൽ വന്ന് അവർ സാക്ഷ്യം പറഞ്ഞത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരോടൊരു ചോദ്യം ആരാധന കഴിയുമ്പോൾ ഞങ്ങൾ ചോദിച്ചു, എങ്ങനെയാണ് ഇങ്ങനെ ഇരുന്ന നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? കരങ്ങളിൽ കരുതിയിരുന്ന ബൈബിൾ പൊക്കി പിടിച്ചിട്ട് ധനഞ്ജയകുമാരി പറഞ്ഞു, യേശു എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ എൻ്റെ ജീവിതം ധന്യമായി മാറി. എന്നെ കേൾക്കുന്ന നാട്ടുകാരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, യുവജനങ്ങളെ, യേശുവില്ലാത്ത ജീവിതം ഡ്രൈവറില്ലാത്ത കാർ ഒറ്റയ്ക്ക് പോകുന്നത് പോലെയാണ്. യേശുവില്ലാത്ത ജീവിതം എഞ്ചിൻ ഘടിപ്പിക്കാത്ത ബോട്ടിൽ തുഴയില്ലാതെ മീൻ പിടിക്കാൻ പോകുന്നത് പോലെയാണ്. യേശുവില്ലാത്ത ജീവിതം നഷ്ടക്കച്ചവടമാണ്. ഇന്ന് രാത്രി ആര് യേശുവിനെ സ്വീകരിക്കുമോ, ആര് നിത്യതയുടെ ഭാഗമായി മാറുമോ, നിങ്ങൾക്ക് യേശുവിനോടൊപ്പം സഞ്ചരിച്ച് വ്യത്യസ്തമായ നവീനമായ ഒരു ജീവിതത്തിൻ്റെ അവകാശിയാക്കി മാറ്റാം. എൻ്റെ പ്രസംഗം ഉപസംഹരിക്കുമ്പോൾ നിങ്ങളൊരു പക്ഷേ എന്നോട് ചോദിക്കുമായിരിക്കും, എങ്ങനെ യേശുവിനെ നമുക്ക് കണ്ടെത്താം? സിമ്പിൾ. യേശു നമ്മുടെ തൊട്ട് മുന്നിൽ തന്നെ ഉണ്ട്. ഈ പറയുന്നത് കേട്ടുകൊണ്ട്, നമ്മുടെ സങ്കടങ്ങളെ അറിഞ്ഞുകൊണ്ട്, നമ്മുടെ സന്തോഷങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് യേശു നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. ഇന്ന് ഈ രാത്രി ഹൃദയം തുറന്ന് യേശുവെ അങ്ങൻ്റെ ജീവിതത്തിൽ വന്ന് എൻ്റെ ജീവിതത്തിന് നാഥനായി കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ ഈ രാത്രി വ്യത്യസ്തതയുള്ള ഒരു രാത്രിയായിട്ട് മാറും. ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വ്യത്യസ്തമായ ദിവസമായിട്ട് മാറും. യേശു ഉള്ള മനോഹരമായ ജീവിതമായിട്ട് നമുക്ക് രൂപാന്തരപ്പെടാം. ആരാണ് ഇന്ന് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നത്, ആ വ്യക്തിയുടെ ജീവിതം നന്മയുള്ള ജീവിതങ്ങളായിട്ട് മാറും. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരങ്ങളെ, ഈ ലോകത്തിൻ്റെ പിന്നാലെ സഞ്ചരിച്ച് നഷ്ടക്കച്ചവടത്തിൽ എവിടെയെങ്കിലും അവസാനിക്കുന്ന ഒരു പാഴ് ജീവിതമായി മാറാതെ, യേശുവോടൊപ്പം സഞ്ചരിച്ച് അനുഗ്രഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഉടമകളായി മാറുവാൻ, യേശുവോടൊപ്പം സഞ്ചരിച്ച് മികച്ച ഒരു ജീവിതത്തിൻ്റെ ഉടമയായിട്ട് മാറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇവിടെ ആർക്കെങ്കിലും ഇത്തരം ഒരു നിത്യജീവനെ അവകാശമാക്കാൻ ആഗ്രഹമുണ്ട്, യേശുവിനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, ഈ ദേശത്ത് VBS നടത്തിയും ഈ ദേശത്ത് കുഞ്ഞുങ്ങൾക്ക് നന്മയുടെ പാഠങ്ങൾ പഠിച്ചു കൊടുത്തും IPC സഭ തലയുയർത്തിപ്പിടിച്ച് അതിൻ്റെ പ്രവർത്തകരും അംഗങ്ങളും ഈ നാട്ടിൽ തന്നെയുണ്ട്. എന്നെപ്പോലുള്ളവർ ഇവിടെ നിന്ന് മടങ്ങിപ്പോയാലും നിങ്ങളുടെ നാട്ടുകാർ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. അവരോട് സംസാരിച്ച് യേശുവിനെ അറിയുവാനും നന്മയുള്ള ജീവിതം കൈവശമാക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ ദേശത്തിനും ഇന്ന് ഈ ദിവസങ്ങളിലൂടെ പങ്കെടുത്ത എല്ലാ കുഞ്ഞുങ്ങൾക്കും നന്മയും ഐശ്വര്യമുള്ള ജീവിതങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും, ക്ഷമയോടും സന്തോഷത്തോടും ഈ പ്രസംഗങ്ങളെ കേട്ട നല്ലവരായ നാട്ടുകാർക്ക് യേശുവിനെ അറിയുന്ന നല്ല ദിവസം കർത്താവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചുകൊണ്ട്, എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ വിരമിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. മനോഹരമായ സന്ദേശം നമുക്ക് നൽകി തന്ന പ്രിയ സാറിന് എല്ലാ കുഞ്ഞുങ്ങളും എല്ലാവരും കരങ്ങളെ തട്ടി ഒന്ന് നമുക്ക് നന്ദി പറയാം, കരങ്ങളെ അടിച്ച്. അടുത്ത ശ്രുതിമധുരമായ ഒരു ഗാനം വീണ്ടും പ്രിയ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ രാജേഷ് വാക്കം അവരുകൾ ആലപിക്കും. അതിനുശേഷം നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാം ഇവിടെ വെച്ച് നടത്തപ്പെടും. പ്രത്യേകാൽ എല്ലാവരും ശ്രദ്ധയോടെ വെയിറ്റ് ചെയ്യുക. ചെക്ക് ചെക്ക്.
ഇതാ നമ്മുടെ ദൈവം, ഇതാ നന്മസ്വരൂപൻ, ശക്തനായ ദൈവം, നിത്യനായ ദൈവം, സദ്വാർത്തയുമായി ഉയർന്നു നിൽക്കും. മാമലയിൽ കയറുവിൻ, ഉച്ചത്തിൽ പ്രഘോഷിക്കുവിൻ. ഇതാ നമ്മുടെ ദൈവം, ഇതാ നന്മസ്വരൂപൻ, ശക്തനായ ദൈവം, നിത്യനായ ദൈവം, സദ്വാർത്തയുമായി ഉയർന്നു നിൽക്കും. മാമലയിൽ കയറുവിൻ, ഉച്ചത്തിൽ പ്രഘോഷിക്കുവിൻ. അവനെ സ്വീകരിച്ചോരെല്ലാം, അവനിൽ വിശ്വസിച്ചോരെല്ലാം ദൈവമക്കളാകാം, സ്വർഗവാസമേകാം. ദൈവമക്കളാകാം, സ്വർഗവാസമേകാം. അലിവോടെ അവതാരം ചെയ്തു, മനുഷ്യാവതാരം ചെയ്തു. ഇതാ നമ്മുടെ ദൈവം, ഇതാ നന്മസ്വരൂപൻ, ശക്തനായ ദൈവം, നിത്യനായ ദൈവം, സദ്വാർത്തയുമായി ഉയർന്നു നിൽക്കും. മാമലയിൽ കയറുവിൻ, ഉച്ചത്തിൽ പ്രഘോഷിക്കുവിൻ. ഇരുളിൽ അലഞ്ഞിടുന്നോരെല്ലാം, അഴലിൽ വലഞ്ഞിടുന്നോരെല്ലാം ഉദയരശ്മി കാണാൻ അഭയകേന്ദ്രമാകാം. ഉദയരശ്മി കാണാൻ അഭയകേന്ദ്രമാകാൻ അലിവോടെ അവതാരം ചെയ്തു, മനുഷ്യാവതാരം ചെയ്തു. ഇതാ നമ്മുടെ ദൈവം, ഇതാ നന്മസ്വരൂപൻ, ശക്തനായ ദൈവം, നിത്യനായ ദൈവം, സദ്വാർത്തയുമായി ഉയർന്നു നിൽക്കും. മാമലയിൽ കയറുവിൻ, ഉച്ചത്തിൽ പ്രഘോഷിക്കുവിൻ. താങ്ക് യു. അടുത്ത കഴിഞ്ഞ 5 ദിവസമായിട്ട് പഠിച്ച ഹായ് VBSലുള്ള ഒരു അനുഗ്രഹീതമായ ഒരു ആക്ഷൻ സോങ്. ഇപ്പോൾ VBS പഠിച്ച കുഞ്ഞുങ്ങൾ മുന്നോട്ട് കടന്നു വന്ന ഒരു ആക്ഷൻ സോങ്ങാണ്. കുക്കുടാക്കു എന്നുള്ള മനോഹരമായിരിക്കുന്ന ഗാനം ഇപ്പോൾ ആക്ഷൻ സോങ് കളിക്കുന്നതാണ്. മുന്നോട്ട് എല്ലാ കുഞ്ഞുങ്ങളും കടന്നു വരിക. VBS പഠിച്ച എല്ലാ കുഞ്ഞുങ്ങളും, ഇവിടെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ എല്ലാ കുഞ്ഞുങ്ങളും നിന്നാട്ടെ. മനോഹരമായിട്ടുള്ള ഈ ഗാനം ആക്ഷൻ സോങ് പെർഫോം ചെയ്യാനായിട്ട് കുഞ്ഞുങ്ങളെ ദൈവം സഹായിക്കട്ടെ.
एक सुंदर कुकड़ा को देखो, ताहार सवार सुनो सुनो, सुंदर कुकड़ा को देखो, ताहार सवार सुनो सुनो. प्रेमान समस्त सदालोडन ईश्वरंग प्रशंसा करोति. प्रेमान समस्त सदालोडन ईश्वरंग प्रशंसा करोति. ईश्वरंग प्रशंसा करोति. ईश्वरंग प्रशंसा करोति. ഹായ് VBSൻ്റെ റൈസ് ആൻഡ് ഷൈൻ എന്ന മനോഹരമായ തീമിനെ ആസ്പദമാക്കി കഴിഞ്ഞ 5 ദിനങ്ങളിലായി ഇവിടെ നടത്തപ്പെട്ട VBSനോടനുബന്ധിച്ചുള്ള സമാപന ദിവസത്തിൻ്റെ പ്രോഗ്രാമുകളാണ് ഈ ദേശത്തിലൂടെ ഞങ്ങളിപ്പോൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇരുൾ നിറഞ്ഞ ഈ ലോകത്തിൽ പാപത്തിൽ നശിച്ചു കൊണ്ടിരിക്കുന്ന മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി ജീവൻ്റെ ദായകനായ യേശു ക്രിസ്തുവിനെ ഇതിലൂടെ പരിചയപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. തുടർന്നും അപ്രകാരം ഒരർത്ഥം വരുന്ന ഒരു മനോഹരമായ ദൈവസ്നേഹത്തെ വർണ്ണിക്കുന്ന ഒരു ഗാനം നമുക്ക് കേൾക്കാം. നിങ്ങൾക്കായി പാടും. ഈ അവസരമൊരുക്കിയ ഷാജി പാസ്റ്ററോടുള്ള നന്ദി അറിയിക്കുന്നു. നിൻ സ്നേഹം എത്രയോ അവർണ്ണീയം എന്ന മനോഹരമായ ഒരു ഗാനം പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിൻ സ്നേഹം എത്രയോ അവർണ്ണനീയം, നിർവ്യാജ സ്നേഹം അവർണ്ണനീയം. സ്നേഹമെത്രയോ അവർണ്ണനീയം, നിർവ്യാജ സ്നേഹം അവർണ്ണനീയം. നിൻ സ്നേഹമെത്രയോ അവർണ്ണനീയം, നിർവ്യാജ സ്നേഹം അവർണ്ണനീയം. നീജനാമെന്നിൽ പകർന്നതോർക്കുമ്പോൾ നിൻ സ്തുതിയാലൻ ഹൃദയം കവിയുന്നു. നിൻ സ്തുതിയാലൻ ഹൃദയം കവിയുന്നു. ഉത്തുംഗ ശൃംഗത്തിൽ ഉയരങ്ങളോടോ നീലവിഹായുസിൻ വിസ്തൃതിയോടോ. ഉത്തുംഗ ശൃംഗത്തിൽ ഉയരങ്ങളോടോ നീലവിഹായുസിൻ വിസ്തൃതിയോടോ. ഏതിനോടുപമിക്കും നിൻ ദിവ്യ സ്നേഹം, നിനക്ക് തുല്യൻ നീ മാത്രമല്ലോ. നിനക്ക് തുല്യൻ നീ മാത്രമല്ലോ. നിൻ സ്നേഹമെത്രയോ അവർണ്ണനീയം, നിർവ്യാജ സ്നേഹം അവർണ്ണനീയം.
അനുഭവിച്ചറിയുമ്പോൾ നിത്യാനന്ദം, അറിവിനാൽ അളക്കുവാൻ അത്യഗാധം. അനുഭവിച്ചറിയുമ്പോൾ നിത്യാനന്ദം, ആരാഞ്ഞറിയുവാൻ നിത്യതയും പോരാ. അത്ഭുതമാമാ സ്നേഹം നിന്ദാനം, അത്ഭുതമാമാ സ്നേഹം നിന്ദാനം. ഉത്തുംഗ ശൃംഗത്തിൽ ഉയരങ്ങളോടോ നീലവിഹായുസ് വിസ്തൃതിയോടോ, ഉത്തുംഗ ശൃംഗത്തിൽ ഉയരങ്ങളോടോ നീലവിഹായുസ് വിസ്തൃതിയോടോ. ഏതിനോടു ഗമിക്കും നിൻ ദിവ്യ സ്നേഹം, നിനക്ക് തുല്യൻ നീ മാത്രമല്ലോ, നിനക്ക് തുല്യൻ നീ മാത്രമല്ലോ. നിൻ സ്നേഹമെത്രയോ അവർണ്ണനീയം, നിർവ്യാജ സ്നേഹം അവർണ്ണനീയം. പരലോകം വിട്ടു നീ ഭൂവിൽ വന്നു, പാരിന്റെ പാപങ്ങൾ ചുമന്നൊഴിപ്പാൻ. പരലോകം വിട്ടു നീ ഭൂവിൽ വന്നു, പാപം വെറുത്തിട്ടും പാപിയെ സ്നേഹിച്ച പാവനമാ നിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം, പാവനമാ നിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം. ഉത്തുംഗ ശൃംഗത്തിൽ ഉയരങ്ങളോടോ നീലവിഹായുസ് വിസ്തൃതിയോടോ, ഉത്തുംഗ ശൃംഗത്തിൽ ഉയരങ്ങളോടോ നീലവിഹായുസ് വിസ്തൃതിയോടോ. ഏതിനോടു ഭവിക്കും നിൻ ദിവ്യ സ്നേഹം, നിനക്ക് തുല്യൻ നീ മാത്രമല്ലോ, നിനക്ക് തുല്യൻ നീ മാത്രമല്ലോ. നിൻ സ്നേഹമെത്രയോ അവർണ്ണനീയം, നിർവ്യാജ സ്നേഹം അവർണ്ണനീയം. നിൻ സ്നേഹമെത്രയോ അവർണ്ണനീയം, നിർവ്യാജ സ്നേഹം അവർണ്ണനീയം. നീജനാമെന്നിൽ പകർന്നതോർക്കുമ്പോൾ നിൻ സ്തുതിയാലൻ ഹൃദയം കവിയുന്നു, നിൻ സ്തുതിയാലൻ ഹൃദയം കവിയുന്നു, നിൻ സ്തുതിയാലൻ ഹൃദയം കവിയുന്നു. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന ഈ കൊച്ചു കേരളത്തിൻ്റെ തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരം ജില്ല, തിരുവനന്തപുരം ജില്ലയിലെ എന്ന് മാത്രമല്ല ലോകപ്രസിദ്ധിയാർജിച്ച വിനോദസഞ്ചാര കേന്ദ്രമായ കോവളവും ലോകശ്രദ്ധയിലേക്ക് ഇന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന പൂവാറിനും മധ്യയുള്ള അതിമനോഹരമായ ഒരു ദേശമാണല്ലോ ഈ പുല്ലുവിള. പല പ്രശസ്തരും ഈ ദേശത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ലോക ശ്രദ്ധയാകർഷിക്കുന്ന പല കാര്യാദികൾക്കും ഈ ദേശം സാക്ഷ്യം വഹിച്ചത് ഞങ്ങൾ ഓർക്കുന്നുണ്ട്. മത്സ്യബന്ധന രംഗത്ത് 80% ആൾക്കാരും തൊഴിലേർപ്പെട്ടിരിക്കുന്ന ഒരു മനോഹരമായ ദേശമാണ് ഈ പുല്ലുവിളയിലുള്ള ദേശനിവാസികൾ. ഇന്ന് ലോകശ്രദ്ധയെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്ന വിഴിഞ്ഞം തുറമുഖത്തിനോട്
7 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഈ പുല്ലുവിള ദേശം മറ്റൊരു കാര്യത്തിലും പ്രസിദ്ധിയാണ് എന്നുള്ളതിൽ തർക്കമില്ല. ബീച്ച് ഫുട്ബോളിൽ ലോകശ്രദ്ധയാകർഷിക്കുന്ന ഒട്ടനവധി പേരെ കായിക രംഗത്ത് സംഭാവന നൽകിയ ഒരു ദേശമാണ് പുല്ലുവിള. ഇങ്ങനെ എന്തുകൊണ്ടും സധൈര്യം ദേശത്തെ ഉയർത്തിക്കാണിക്കുവാൻ അഭിമാനപൂർവകമാകുന്ന ഒരു ദേശമാണ് പുല്ലുവിള. അതുകൊണ്ട് ഈ ദേശനിവാസികൾക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കുവാൻ വകയുണ്ട്. മതം ഏതു തന്നെ ആയിരുന്നാലും ഐക്യതയോടുകൂടെ അധിവസിക്കുന്ന ഒരു ഗ്രാമം കൂടിയാണ് ഈ പുല്ലുവിള ദേശം. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ മറ്റ് പല തീരദേശങ്ങളെപ്പോലെയുമല്ല, പുല്ലുവിളയിൽ നിന്ന് ലോക പ്രസിദ്ധിയാർജിച്ച ക്രിക്കറ്റ് കായിക ലോകത്തിലേക്ക് സംഭാവന നൽകിയ ശ്രീമാൻ സഞ്ജു സാംസൺ, ഒളിമ്പ്യൻ അലക്സ് ആൻ്റണി, ഫുട്ബോൾ താരം ബിജോയ് വർഗീസ് എന്നിവരെയൊക്കെ സംഭാവന നൽകിയ ഒരു മനോഹരമായ ദേശമാണ് പുല്ലുവിള. സകലത്തിലും അഭിമാനം കൊള്ളുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ എല്ലാവിധമായ നന്മകളും പ്രാർത്ഥനകളും ഈ സമയം അർഹിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ലോകശ്രദ്ധയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ പുല്ലുവിള ദേശനിവാസികളോട് ഇന്ന് രാത്രിയിൽ ഓർപ്പിച്ചതുപോലെ ഈ ലോകരക്ഷിതാവിനെക്കുറിച്ച് അധികമൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എങ്കിലും ഈ ലോകത്തിൽ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ലഹരികൾക്കും മറ്റ് യാതൊരു വിധമായ ഉപയോഗങ്ങൾക്കും അധീനപ്പെട്ടുകൊണ്ട് ജീവിതത്തെ നിങ്ങൾ നശിച്ച് നാമാവിശേഷമാക്കുവാൻ ഒരിക്കലും ആഗ്രഹിക്കരുതെന്ന ഒരു പ്രാർത്ഥനയോടുകൂടെ ഞങ്ങളുടെ സമാപന ഗാനത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുകയാണ്. ഇത്രയും സമയം ഞങ്ങളെ ക്ഷമയോടെ കേട്ടതിന്, വളരെ നല്ല രീതിയിൽ ഇവിടുത്തെ ഗാനങ്ങളും സന്ദേശവും ആസ്വദിച്ചതിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും നന്ദിയും വിശേഷാൽ അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ നിങ്ങളേവരെയും യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് ലോകശ്രദ്ധയാകർഷിക്കുന്ന പുല്ലുവിളയ്ക്ക് സകലവിധ നന്മകളും നേർന്നുകൊണ്ട് ഞങ്ങളുടെ സമാപന ഗാനം പാടുന്നു. പ്രാർത്ഥനയോടുകൂടെ ശ്രവിക്കുക. കാന്തനേ പരിശുദ്ധനേ പാരിനുടയോരേ സ്തുതിച്ചിടുന്നേ. മാമകാന്തനേ പരിശുദ്ധനേ പാരിനുടയോനേ സ്തുതിച്ചിടുന്നേ. നിൻ തിരുരക്തത്താൽ സൗഖ്യം നൽകി യേശുവേ നീ എന്നും എൻ്റെ ദൈവം. നിൻ തിരുരക്തത്താൽ സൗഖ്യം നൽകി യേശുവേ നീ എന്നും എൻ്റെ ദൈവം.
സ്തോത്രം നാഥ കരുണാമയനേ കാൽവരി നാഥ സ്തുതിച്ചിടുന്നേ. മാമക കാന്തനേ പരിശുദ്ധനേ മാറിനുടയോരേ സ്തുതിച്ചിടുന്നേ. സൂര്യനും ചന്ദ്രനും നിൻ സൃഷ്ടിയല്ലേ കൈവെടിയരുതേ കരുണാനിധേ. സൂര്യനും ചന്ദ്രനും നിൻ സൃഷ്ടിയല്ലേ കൈവെടിയരുതേ കരുണാനിധേ. പാപത്തി പരിഹാരമായവനേ പാർത്തലേ നിന്നെ ഞാൻ നമിച്ചിടുന്നേ. പാപത്തി പരിഹാരമായവനേ പാർത്തലേ അങ്ങേ ഞാൻ നമിച്ചിടുന്നേ. സ്തോത്രം നാഥ കരുണാമയനേ കാൽവരി നാഥ സ്തുതിച്ചിടുന്നേ. മാമക കാന്തനേ പരിശുദ്ധനേ പാരിനുടയോരേ സ്തുതിച്ചിടുന്നേ. സൗഖ്യവും ശാന്തിയും നൽകുന്ന ദേവാ എൻ ജീവനാഥനെ സ്തുതിച്ചിടുന്നേ. സൗഖ്യവും ശാന്തിയും നൽകുന്ന ദേവാ എൻ ജീവനാഥനെ സ്തുതിച്ചിടുന്നേ. നീ എൻ്റെ സങ്കേതം നീ എൻ്റെ ബലവും ആശ്രയം നീയെന്നും എൻ ജീവനാഥ. നീ എൻ്റെ സങ്കേതം നീ എൻ്റെ ബലവും ആശ്രയം നീ തന്നെ എൻ പ്രാണനാഥ. മാമക കാന്തനേ സാനിധ പാഗരി സരി ഗ പദ മാമക കാന്തനേ സരി ഗ ഗ പ പ ധനി സരി സാനിധ പഗാരി സരി ഗ പദ മാമക കാന്തനേ. ధని ధని పద 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 గపద గప గరి గరి సరి గరి గా సారి సరి గరి గా పద పద పదని సని ద పద పద పగరి స మామక కాందనే. సా సా స ధని స పదని ని ని ద పద ప గపదని స సని ద పగ సరి గరి గా గప గరి స ని ని స సరి రి స గ గరి రి ప ప గ గ ప ధ ప ధని ధని రి స గ గరి రి స స ని ని స స రి రి స స ని ని ధ ద ప ప ని ని ధ ద ప ప గ గరి రి సరి గరి గ ప గ ప ధ ప ధ ని గ ప ధ ప ధ ని ధ ని స ని స రి గ రి ధ ని గ రి స ని స రి స ని ధ ప సరి గ ప ధ మామక കാന്തനേ പരിശുദ്ധനേ പാരിനുടയോരേ സ്തുതിച്ചിടുന്നേ. ആ ആ വളരെ മനോഹരമായ
ഒരു പ്രോഗ്രാം ഈ പുല്ലുള്ള ദേശത്തെ വീണ്ടും ഞങ്ങൾക്ക് നടത്തുവാൻ നല്ല അവസരം നൽകി തന്ന ദൈവത്തിന് സകല ബഹുമാനവും മഹത്വവും ഞങ്ങൾ അർപ്പിക്കുന്നു. അതോടൊപ്പം ഇന്ന് ഈ പ്രത്യേക മ്യൂസിക് പ്രോഗ്രാമിൽ കടന്നു വന്ന മെസ്സേജ് അറിയിച്ച പ്രിയ നോബൽ സ്പർജൻ സാറിന് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ ചീഫ് ഗസ്റ്റായി നമ്മുടെ മധ്യത്തിൽ വളരെ മനോഹരമായി ഗാനങ്ങൾ ആലപിച്ച പ്രിയ രാജേഷ് വക്കം പാസ്റ്ററിന് പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവ സംഗീത ലോകത്ത് വളരെ അനുഗ്രഹിക്കപ്പെട്ട അറിയപ്പെടുന്ന ഒരു ശ്രേഷ്ഠനായ ഒരു ഗാന ആലാപകനാണ് അദ്ദേഹം. ഇവിടെയും കടന്നു വന്ന് ഇപ്രകാരം മനോഹരമായി പ്രോഗ്രാമിൽ പങ്കെടുത്ത് നമ്മുടെ ഈ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇത്രയും ഈ ദേശത്തിന് ആവശ്യമായ നല്ല ഗാനങ്ങളിലൂടെയുള്ള സന്ദേശങ്ങൾ പങ്കുവച്ച പ്രിയ കർത്തൃ നന്ദി ഞാൻ കൈമാറുന്നു. അതുപോലെ മറ്റ് ദൈവദാസന്മാർ, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ വിഴിഞ്ഞം ഏരിയയിലെ ദൈവദാസന്മാരും മനോഹരമായ ഗാനങ്ങളിലൂടെ പാടി. പാസ്റ്റർ ആൻസൺ വളരെ മനോഹരമായി പാടി. പ്രിയ കർത്തൃദാസന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ സെക്രട്ടറിയായ സേവനം അനുഷ്ഠിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ എബിൻ അവരുകൾ നമ്മുടെ ഒപ്പം ഉണ്ട്. പ്രിയ കർത്തൃദാസൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ വിഴിഞ്ഞം ഏരിയയുടെ വൈസ് പ്രസിഡന്റ് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വിൻസെൻ്റ് അവരുകൾ നമ്മുടെ മധ്യത്തിലുണ്ടായിരുന്നു. പ്രിയ കർത്താവിൻ്റെ ദാസന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ തുടങ്ങി മറ്റ് ഗാനങ്ങൾ പാടിയ എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇവിടുത്തെ VBS പ്രോഗ്രാമിന് പ്രത്യേകമായി നേതൃത്വം വഹിക്കുകയും ഇവിടുത്തെ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാമിന് ലീഡർഷിപ്പ് വഹിച്ച പ്രിയ പാസ്റ്റർ ഉല്ലാസ് അവറുകൾക്ക് ഞങ്ങളുടെ ഈ പുല്ലുവിള VBSൻ്റെ ഞങ്ങളുടെ ഇവിടുത്തെ ദൈവമക്കളുടെയും എല്ലാവരുടെയും പേരിലുള്ള പ്രത്യേക നന്ദി ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ്റെ ദൈവം പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. എല്ലാവരും നിസ്വാർത്ഥമായിട്ട് ദൈവം അവർക്ക് കൊടുത്ത കഴിവുകൾ, ടാലൻറ്റുകൾ ഇവിടെ പ്രയോജനപ്പെടുത്തുവാനിടയായിത്തീർന്നു. ഈ വർഷം കൂടെ ഇങ്ങനെ ഒരു മനോഹരമായ പ്രോഗ്രാം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ ദേശത്തിൽ നടത്തുവാൻ ഞങ്ങൾക്ക് ദൈവം നൽകി തന്ന നല്ല അവസരം ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും ഈ പുല്ലുവിള സഹകരിച്ച പുല്ലുവിള നിവാസികളോട്, പ്രത്യേകിച്ച് ചെമ്പകരാംതുറ ഈ പ്രദേശത്തുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടും ഞങ്ങൾ പ്രത്യേക കടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹം അറിയിക്കുന്നു. കർത്താവിൻ്റെ ഒരു താമസിച്ചാൽ വീണ്ടും ഇത്തരത്തിൽപ്പെട്ട മനോഹരമായ പ്രോഗ്രാമുകൾ ഈ ദേശത്തിൽ വീണ്ടും നടത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നിങ്ങളുടെ സ്നേഹം, സഹകരണം ഞങ്ങൾ വീണ്ടും ആവശ്യപ്പെടുന്നു. എല്ലാവരോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ആർക്കെങ്കിലും നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം പ്രാർത്ഥിച്ച് ഞങ്ങൾ ആശീർവാദം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ കണ്ണുകളുടെയൊക്കെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ യേശുവേ, നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല നിമിഷങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച പ്രാർത്ഥനയോടെ ആരംഭിച്ച ഞങ്ങളുടെ ഗലീല പ്രയർ ടവറിലെ VBS പ്രോഗ്രാം ഇത്രത്തോളം വളരെ മനോഹരമായി അനുഗ്രഹിക്കപ്പെടുന്ന സമാപനം കുറിക്കുവാൻ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് അവസരമൊരുക്കാനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൽ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാമുകൾ, റാലി, അതുപോലെ മ്യൂസിക് പ്രോഗ്രാം, സന്ദേശം ഒക്കെ ഈ പ്രദേശത്തിൽ വളരെ അനുഗ്രഹമാക്കി തീർത്ത അങ്ങയുടെ കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രോഗ്രാം കേട്ട, സന്ദേശം കേട്ട എല്ലാവർക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ ദേശത്തെ കർത്താവ് വീണ്ടും സ്നേഹിക്കുന്നതിനായി സ്തോത്രം. ഈ ദേശത്തിൽ വിതയ്ക്കപ്പെട്ട ദൈവവചനങ്ങൾ, സന്ദേശങ്ങൾ, പാട്ടുകളിലൂടെ, അതുപോലെ വ്യത്യസ്ത സന്ദേശങ്ങളിലൂടെ ഈ ദേശത്തിന് കൈമാറിയ എല്ലാ ദൈവവചനത്തിൻ്റെ സന്ദേശങ്ങളും നിത്യജീവൻ്റെ പങ്കാളികളായി ദേശത്തിലുള്ള അനേകർ തീരുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ നല്ല ദാനങ്ങൾക്കായി സ്തോത്രം. കർത്താവ് പ്രകൃതിയൊക്കെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്ന ദൈവസ്നേഹത്തിന് നന്ദി പറയുന്നു. എല്ലാ ബഹുമാനവും എല്ലാ പുകഴ്ചയും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥന ദൈവം കേൾക്കും. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവ് രക്ഷിതാവ് യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ സംസരം കൂട്ടായ്മയെ കാവലും വിശേഷാൽ ഈ പ്രദേശത്തോടും പ്രദേശനിവാസികളോടും മടങ്ങിപ്പോകുന്ന നാം ഏവരോടും ഇന്നും എന്നേക്കും കർത്താവിൻ്റെ ഓർമ്മയിരിക്കുമാറാകട്ടെ. ആമേൻ. ഈ 5 ദിവസങ്ങൾ ജയമെന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഇന്നത്തെ ഈ പ്രത്യേക പ്രോഗ്രാമിൽ ശബ്ദ വെളിച്ച സംവിധാനങ്ങൾ